എവരിവൺ. സോ ഇസ ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1992 മുതൽ കേരളത്തില് മണ്ണുത്തിയിൽ സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ ഇന്ത്യയുടെ തന്നെ വിവിധ സ്റ്റേറ്റില് സംസ്ഥാനങ്ങളില് ഒത്തിരിയധികം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു NGO അല്ലെങ്കിൽ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ് ഇസ ഫൗണ്ടേഷൻ. ഞങ്ങൾ വളരെയധികം പ്രോജക്റ്റുകൾ പല രംഗത്തായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് കുട്ടികളുടെ ഇടയിലുള്ള ബാലജ്യോതി ക്ലബ്ബുകള്, പിന്നീട് ലൈവ്ലിഹുഡ് പ്രോഗ്രാംസ്, സ്ത്രീകൾക്കായിട്ടുള്ള ലൈവ്ലിഹുഡ് പ്രോഗ്രാംസ്, പിന്നെ ഊർജ്ജ രംഗത്ത് അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ എനർജിയിൽ നമ്മൾ ചെയ്യുന്ന ഊർജ്ജ ബന്ധു എന്ന് പറയുന്ന പ്രോജക്റ്റ്, പിന്നെ FPO ഫാമർ പ്രൊഡ്യൂസർ കമ്പനികളിലെ അവരെ ശാക്തീകരിക്കുന്ന പരിപാടികൾ, അങ്ങനെ ഒത്തിരിയധികം പരിപാടികളായിട്ട് നമ്മൾ ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പല രംഗത്തായിട്ട് ഒത്തിരി സംസ്ഥാനങ്ങളിൽ നമ്മളിപ്പം പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തുടങ്ങിയത് കുട്ടികളുടെ ഇടയിലുള്ള ചെറിയ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഞങ്ങൾ കരിയർ ഗൈഡൻസ്, കൗൺസിലിംഗ് അതൊക്കെയാണ് 92 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീടാണ് മൈക്രോ ഫിനാൻസിലോട്ടും ബാങ്കിങ് രംഗത്തോട്ടൊക്കെ ഇസാഫ് ഫൗണ്ടേഷൻ പോയത്. അത് പലർക്കും അറിയുന്നില്ല. പലരും വിചാരിക്കുന്ന ഇസാഫ് ബാങ്ക് ആണ് എന്നുള്ളൊരു ധാരണയാണ് പലർക്കും. പക്ഷെ നമ്മൾ ഫൗണ്ടേഷൻ ആയിട്ടാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അതിൽ നിന്നാണ് നമ്മുടെ ബാങ്ക് ആയിട്ട് നമ്മൾ മാറിയത്. അപ്പം ഇന്ന് ഈ പരിപാടി ടീച്ചേഴ്സിനായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇസാഫ് ഫൗണ്ടേഷനിലെ സാന്ത്വന എന്ന് പറയുന്ന മാനസികാരോഗ്യ പദ്ധതിയാണ്. അത് ഇസാഫ് ബാങ്കിന്റെ CSR പ്രോജക്റ്റ് ആണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ ബാങ്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് സാന്ത്വന മാനസികാരോഗ്യ പദ്ധതി. അപ്പൊ ഈ ഒരു പദ്ധതിയിലൂടെ നമ്മൾ ടെലി കൗൺസിലിംഗ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ക്വാളിറ്റിയുള്ള വന്ന് കൗൺസിലിംഗ് സേവനങ്ങള് നേടാനായിട്ട് പ്രയാസം ഒത്തിരി പേർക്കുണ്ട്. ഒന്നാമത് നമ്മുടെ നാട്ടിലുള്ള സ്റ്റിഗ്മ, എനിക്ക് പ്രശ്നമാണ്, ഡിപ്രഷനാണ്, വിഷമാണെന്ന് പറയുമ്പം അത് പുറത്തോട്ട് പറയാനായിട്ട് ആരും താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഫോണിലൂടെ ഞങ്ങളോട് സംസാരിക്കാനായിട്ട് പറ്റും. പിന്നീട് ബോധവൽക്കരണ സെഷൻസ്, മാനസിക ആരോഗ്യം എന്താണ്, അതെങ്ങനെ മെച്ചപ്പെടുത്താം, എങ്ങനെ നമുക്ക് നിലനിർത്താം, മാനസിക രോഗങ്ങൾ എന്താണ്, അതിന്റെ ലക്ഷണങ്ങൾ എന്താണ് എന്നൊക്കെ പഠിപ്പിക്കുകയും ആ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് സാന്ത്വന എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് സ്ത്രീകളാണ് മെയിൻ ആയിട്ടും. അതിന്റെ കൂടെ തന്നെ പോലീസ് പേഴ്സണൽ, പിന്നെ ടീച്ചേഴ്സ്, പിന്നെ നമുക്ക് കുട്ടികള്, വയോജനങ്ങള്, സ്ത്രീകള്, അപ്പൊ അങ്ങനെ സമൂഹത്തിലെ എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന ആൾക്കാരും ഈ ഒരു പ്രോജക്റ്റിന്റെ ബെനിഫിഷ്യറീസ് ആണ്. അപ്പൊ അതിന്റെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ടീച്ചേഴ്സിനായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിലേക്ക് ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് ഇന്നും നടക്കുന്നത്. അപ്പം ഇന്നത്തെ മീറ്റിംഗിൽ നമുക്ക് ആദ്യത്തെ സെഷൻ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ജനറേഷൻ Z അല്ലെങ്കിൽ ജെൻസി ആൾക്കാരുടെ അല്ലെങ്കിൽ കുട്ടികളുടെ നേച്ചർ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ സെഷനിൽ നമ്മൾ നോക്കിയത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യ നീഡ്സ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് നീഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് മെയിൻ ആയിട്ട് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് കിട്ടിയിരിക്കുന്നത്, സജ മാഡം. മാഡത്തിനെ നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാം, പ്രത്യേകിച്ച് പാലക്കാട് ഉള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ആൾക്കാർക്ക് അറിയാമെന്നാണ് വിചാരിക്കുന്നത്. ടീച്ചർ സജ മാഡത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, മാഡം ടീച്ചറാണ്, മോട്ടിവേഷണൽ ട്രെയിനറാണ്, ആൻഡ് ഓൾസോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. And she has got an honorary doctorate awarded by Dynamic Peace Rescue Mission, and she is a postgraduate in computer science and applied psychology, and she also has got MPhil in computer science. ഇപ്പം മാഡം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണിക്കുമാത കോൺവെന്റിലാണ്. ആൻഡ് വളരെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പല രംഗത്തും കഴിഞ്ഞ 24 വർഷമായിട്ട് പല രംഗത്തും, പ്രത്യേകിച്ച് ടീച്ചിങ് അധ്യാപന രംഗത്ത് വളരെ കാര്യക്ഷമമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു മാഡം. അപ്പം മാഡത്തിന്റെ കീ റോൾസ് എന്ന് പറഞ്ഞാൽ തന്നെ നന്മ ഫൗണ്ടേഷനിൽ മാഡം വർക്ക് ചെയ്തിട്ടുണ്ട്, സീപ്പിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ട് മാഡം വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ പാലക്കാട് ട്രെയിനേഴ്സ് ഫോറത്തിന്റെ പ്രസിഡന്റ് ആയിട്ടും, പിന്നെ പാലക്കാട് ട്രോമ കെയറിലും, പിന്നെ ആൻഡ് ഷീ ഓൾസോ ഹാസ് ഗോട്ട് ഇന്റർനാഷണൽ സർട്ടിഫൈഡ് കരിയർ കൗൺസിലിംഗില് സർട്ടിഫിക്കറ്റ് മാഡത്തിനുണ്ട്. അപ്പം ഇന്നത്തെ ഈ സെഷൻ എടുക്കാനായിട്ട് എല്ലാം കൊണ്ടും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ്.
അപ്പം ഇനി നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാമെന്ന് വിചാരിക്കുന്നു അല്ലെ സർ? വിൻ സർ, ക്യാൻ വി ഗോ? യെസ്, ജേക്കബ് സാമുവൽ സാർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു റെക്കഗ്നൈസ് അവർ യാ ഇസാ യാ ഫൗണ്ടേഷൻ ഫൗണ്ടറാണ്, കോ ഫൗണ്ടറാണ് ജേക്കബ് സാമുവൽ സാർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പല സീനിയർ ടീച്ചേഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ജോസഫ് സാറ്, എനിക്ക് പരിചയമുള്ളവരുടെ പേര് ഞാൻ പറഞ്ഞെന്ന് മാത്രം. പിന്നെ ഞാൻ ഉദ്ബോധനൻ സാറ് ഞാൻ ഇടയ്ക്കൊന്ന് കണ്ടിരുന്നു, സാറുണ്ടെന്ന് തോന്നുന്നു. എനിവേ, ഐ ജസ്റ്റ് വാണ്ടഡ് ടു വെൽക്കം ഓൾ ദ സീനിയർ ടീച്ചേഴ്സ്. എനിക്ക് പരിചയമുള്ളവർ ഇല്ലാത്തവരൊക്കെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം. ഒത്തിരി സ്കൂളുകളിൽ ഞാൻ പറയായിരുന്നു, സ്കൂൾ ഡേ ഇന്നും നാളെയും ഇന്നലെയും ഒക്കെ ആയിട്ട് നടക്കും, ഞായറാഴ്ചയായിട്ടൊക്കെ നടക്കുന്നുണ്ട്. സോ അറ്റൻഡൻസ് ഈസ് സ്ലൈറ്റ്ലി ലോ ദാൻ അവർ പ്രീവിയസ് സെഷൻ. ബട്ട് എനിവേ വി വിൽ റെക്കോർഡ് ദ ഹോൾ മീറ്റിംഗ്. മറീന മാഡം, പ്രത്യേകിച്ച് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വി ക്യാൻ. ഒന്നുമില്ല. അപ്പം മാഡത്തിനെയും ഇന്നിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഇസാ ഫൗണ്ടേഷന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അപ്പം ഓവർ ടു സജ മാം. Thank you, Marina ma'am. Okay, thank you, Joseph sir, for giving me an opportunity, and Vin sir, first of all, thank you. സജ ടീച്ചർ, സോറി ഇൻ്റർഫിയർ ചെയ്തതിൽ, ഒന്നുകൂടി വോളിയം കൂട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ചെറുതായിട്ട് സ്ലൈറ്റ്ലി ലോ. Like, okay, is it is okay now? Yeah, now it's fine. Okay. So thank you, and first of all, എല്ലാ സീനിയർ ടീച്ചേഴ്സിനെയും നമിക്കുന്നു ഈ ഒരു വേളയിൽ. I'm directly getting into the topic, കാരണം നമുക്ക് ടൈം എന്തായാലും കുറച്ചും കൂടെ എക്സീഡ് ആയതുകൊണ്ട് തന്നെ. And Vin sir, I have time for 1 hour, isn't it? Okay. Okay. So we teachers, നമ്മൾ ടീച്ചേഴ്സ് എന്നും നമ്മുടെ മുന്നിൽ എപ്പോഴും ആദ്യം കണ്ടെത്തുന്നത് നമ്മുടെ കുറെ മക്കളെയാണ്. മക്കളെന്ന് പറയുമ്പം നമ്മുടെ മക്കളാണ്. അതെ, നമ്മുടെ സ്വന്തം മക്കളെ പോലെ തന്നെ നമ്മൾ കാണുന്ന കുറേ കുട്ടികൾ നമ്മൾ ഓരോ അധ്യാപകരുടെ മുന്നിൽ കൂടെയും ഓരോ വർഷങ്ങളായിട്ട് പല റേഞ്ച് ഓഫ് സ്റ്റുഡൻസ് ആണ് കടന്നു പോകുന്നത്. പക്ഷെ നമ്മളെ എത്ര പേരെ നമ്മൾ ഒന്ന് തൊട്ടറിഞ്ഞ് നമ്മളെ ഒന്ന് ആശ്വസിപ്പിച്ച് നമുക്ക് നമ്മുടെ മുന്നിൽ കൂടെ കടന്നു പോകാൻ പറ്റി എന്ന് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ എല്ലാ ടീച്ചേഴ്സിനും എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ ഇൻസിഡൻസ് കാണാം ടീച്ചേഴ്സിൻ്റെ. ഫോർ മീ എന്താന്ന് പറഞ്ഞാൽ, ഒരു കൗൺസിലറും കൂടി ആയത് കാരണം സോ മെനി കേസസ് ആർ ഗോയിങ് ത്രൂ. നമ്മുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ കുറച്ച് മുന്നേ ഉള്ള കാലഘട്ടത്തിലെ ആൾക്കാരെ പോലെയല്ല, ഡിഫറെൻ്റ് ആണ്. ദർ ഇസ് എ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ അവരുടെ മെന്റൽ ഫിസിക്കൽ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമോഷണൽ ഇഷ്യൂസ് ഇതൊക്കെ കടന്നു പോകുന്നതാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഇപ്പം നമ്മൾ നടന്നു പോകുന്ന ഒരു സമയത്ത് നമ്മൾ കുറച്ച് കല്ലുകൾ താഴെ നിന്ന് കയ്യിലേക്ക് വാരിയെടുത്താൽ അതിൽ ഓരോ കല്ലിനും അതിൻ്റെതായ സൗരഭ്യമുണ്ട്. ടീച്ചേഴ്സിന് ഇടയ്ക്ക് ഇന്ററാക്ട് ചെയ്യാം, ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്, വി ക്യാൻ ഇന്ററാക്ട്, എല്ലാം ചെയ്യാം. ഡോണ്ട് ബി എ സൈലൻസ് ലിസണർ മാത്രം ആവണ്ട. ഓക്കെ. സോ ഈ കല്ലുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയ ഈ ഓരോ കല്ലുകളും നമുക്കറിയാം, ദർ ആർ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്, ഈച്ച് വൺ ഇസ് വെരി യുണീക്ക്. എല്ലാ കല്ലിനും അതിൻ്റെതായ ഒരു സൗരഭ്യമുണ്ട്. അതേപോലെ നമ്മുടെ മക്കളുടെ ഉള്ളിലും ആ സൗരഭ്യം കാണാൻ നമുക്ക് സാധിച്ചാൽ തന്നെ നമുക്ക് കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ഇന്നത്തെ കുട്ടികൾ. സർ, സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട് സർ? ഇല്ല, ഞാൻ ചുമ്മാ പറയായിരുന്നു, സെഷന്റെ പേര് തന്നെ ബ്രേക്കിംഗ് ദ സൈലൻസ് ആണ്. അപ്പൊ പിന്നെ ഓവർ സൈലൻസും ആവശ്യമില്ല എന്ന് പറയായിരുന്നു. അതെ 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 അതെ, അതാണ് എനിക്കും പറയാനുള്ളത്. വി ക്യാൻ ഇന്ററാക്ട്. അപ്പോൾ ദാറ്റ് ഇസ് ഫ്രീ ഫോർ ഓൾ. ഇന്ററാക്ട് ചെയ്യാം. ഇഫ് എനി വൺ വാണ്ട്സ് റേസ് ദ ഹാൻഡ്സ്, ഐ വിൽ അൺമ്യൂട്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെറീന മാം ഇസ് ഹെൽപ്പിംഗ് us, ഐ തിങ്ക്. ഓക്കെ. സോ ഈ റിലേഷൻഷിപ്പ് നമുക്ക് എപ്പോഴും അവിടെ ഒരു ബിൽഡപ്പ് ചെയ്യേണ്ട ഒരു കാര്യം, ദാറ്റ് ഇസ് the one and important thing is relationship between a teacher and a student. അത് as a parent student relationship, parent child relationshipലാണെങ്കിലും ഒരു ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പിലാണെങ്കിലും we know that there is a bond in between both. ആ ഒരു ബോണ്ടിങ്ങിൽ നമ്മൾ എത്രമാത്രം ബോണ്ടഡ് ആണ് കുട്ടികൾ എന്നുള്ളതിലാണ് എത്രമാത്രം നമുക്ക് കുട്ടികളെ നമ്മുടെ മുന്നിൽ വന്ന് ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം പല കൗൺസിലിംഗ് പോകുമ്പോഴും ടീച്ചേഴ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് കാണാറുണ്ട്. മേ ബി
നമുക്കറിയാം, ഇപ്പം ആസ് എ ടീച്ചർ എനിക്കും അറിയാം സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന തിരക്കാണ്. നമുക്കൊരു അവർ എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണ്. 8 hours 7 hours ഉള്ള ക്ലാസ്സസ് ആണ് കടന്നു പോകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണെങ്കിലും വി നോ ദാറ്റ് ഈ നമ്മുടെ കുട്ടികൾക്കിടയിൽ ദാറ്റ് ഈസ് ഏർലി ഐഡന്റിഫിക്കേഷൻ എന്നത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ആർ വി ഐഡന്റിഫൈയിങ് ആ ചിൽഡ്രൻസ്? അല്ലെങ്കിൽ നമ്മുടെ 50 പേരുള്ള ഒരു ക്ലാസ് റൂമിൽ നിന്ന് ഒരു കുട്ടിയെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? നമ്മൾ ആ പ്രശ്നങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഈച്ച് വൺ ഓഫ് us ഹാസ് ടു തിങ്ക് ഓഫ്. കാരണം നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികളിൽ നമ്മുടെ മുന്നിൽ നല്ല പ്രസന്നമായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവാം, വളരെ മൂകതയോടെ ബാക്ക് ബെഞ്ചസ് ആയിട്ട് ഇരിക്കുന്നവരുണ്ടാവാം, ടോക്കറ്റീവ് ആയിട്ടുള്ളവരുണ്ടാവാം, സൈലന്റ് ഉണ്ടാവാം. ഇങ്ങനെ ഡിഫറെന്റ് റേഞ്ചസ് ഓഫ് സ്റ്റുഡൻറ്. അത് നമ്മൾ ഈ കല്ലെടുക്കുന്നത് പോലെ തന്നെ റിലേഷൻഷിപ്പ് ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ആസ് എ പാരന്റ്, നമുക്കിപ്പോൾ ഒരു ടീച്ചർ എന്ന് പറയാൻ നമുക്ക് വി ക്യാൻ ഹാവ് ബി എ ടീച്ചർ. ടുഗദർ വിത്ത് ദാറ്റ് നമുക്കൊരു പാരന്റ് ആവാം, നമുക്കൊരു ഫെസിലിറ്റേറ്റർ ആവാം, ഫ്രണ്ട്ലി ആവാം, വി ക്യാൻ ആക്ട് ആസ് എ കൗൺസിലർ. ഇങ്ങനെ ദാറ്റ് ഈസ് ഡിഫറെന്റ് റോൾസ് വി ആർ ഹാൻഡ്ലിങ്. ആസ് എ ടീച്ചർ നമുക്കൊരു ടീച്ചിങ് മാത്രമല്ല, നമ്മൾ പല റോളുകളിലൂടെയും കടന്നു പോകുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ റോളുകൾ. നമുക്ക് ഓരോ വിദ്യാർത്ഥിയുടെ അടുത്തും നമ്മൾ എടുക്കേണ്ടത് ഒരു ഡിഫറെന്റ് മെത്തേഡാണ്, ബിക്കോസ് ഓൾ ആർ യൂണിക്. ഇതിന്റെ ഇടയിൽ ടീച്ചർ എന്ന് പറയുന്ന ഒരു റോൾ, ദാറ്റ് ഈസ് എ ബ്രിഡ്ജ് മേക്കർ. ഒരു ലക്ഷ്യം ഉണ്ടാക്കാൻ മാത്രമല്ല, നമ്മൾ ഗുരു തുല്യമായിട്ട് ഭൗതികമായും ഗുരുത്വത്തോടെയും മാനസികമായും വൈജ്ഞാനികമായും എല്ലാം നമ്മൾ കുട്ടികളുടെ കൂടെ ഇരിക്കേണ്ടതാണ്. അപ്പൊ ഈ സമയത്ത് നമുക്ക് നമ്മളുടെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവപ്പെട്ടുള്ളത് ഈ റോൾ ഷിഫ്റ്റിംഗ് ആണ്. നമ്മൾ ഇന്ന് ഒരു എ കുട്ടിയോട് പെരുമാറിയത് പോലെ ആയിരിക്കില്ല ബി എന്ന് പറയുന്ന ഒരു കുട്ടിയോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ അവർ ആ കൊച്ചിനെ നോക്കിക്കാണേണ്ടത്. ആ റോൾ ഷിഫ്റ്റില് ഇഫ് വി ആർ ട്രിഗറിങ് വിത്ത് എനി അതർ ഇഷ്യൂസ്, ഈ റോൾ ഷിഫ്റ്റ് നടന്നില്ല എങ്കിൽ വാട്ട് ആ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടി നമ്മളെ മനസ്സിലാക്കുന്നത്, ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ ടീച്ചറെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചോദ്യചിഹ്നം അവിടെ വരും. കൺട്രോളിങ് ടീച്ചർ ഉണ്ടാവാം, അല്ലെങ്കിൽ നർച്ചറിങ് ടീച്ചർ ഉണ്ടാവാം, അറ്റ് ദ സെയിം ടൈം ഡെമോക്രാറ്റിക് ആവാം. ദർ ആർ ഡിഫറെന്റ് റോൾസ്, ഐ നോ. നമ്മളൊരു കൺട്രോളിങ് ടീച്ചർ എന്ന രീതിയിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കാൻ നമുക്കൊരു റോളല്ല. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ദർ ആർ ഡിഫറെന്റ് റോൾസ് വി ഹാവ് ടു ഗോ ത്രൂ. ഇതിൽ ഇപ്പൊ എനി വൺ ഓഫ് യു ക്യാൻ ഗിവ് മീ എൻ എക്സ്പീരിയൻസ്. ആർക്കെങ്കിലും ഒരു എക്സ്പീരിയൻസ്, അതായത് ഇപ്പൊ അടുത്ത് നടന്നൊരു എക്സ്പീരിയൻസ്, ടീച്ചർ എനിക്ക് ഇന്ന് കുട്ടിയിടുന്ന ഒരു, ഡോണ്ട് സേ എനി നെയിം ആൻഡ് ഓൾ, ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. ആസ് ക്വസ്റ്റ്യൻ മനസ്സിലായി നിൽക്കുന്നു, ആസ് യു ആർ കൺട്രോളിങ് എ സ്റ്റുഡൻറ് ഓർ യു ആർ നഴ്സറിങ് ടീച്ചർ. ഈ രണ്ട് അനുഭവങ്ങളും എന്തെങ്കിലും ഒരു അനുഭവം ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ബിക്കോസ് വി ഹാവ് ടു ഇന്ററാക്ട്. നിങ്ങളിൽ നിന്ന് തന്നെ വേണം എനിക്ക് ചോദ്യങ്ങൾ കിട്ടാൻ. എനിവൺ? If anyone wants to interact, എനിക്ക് തോന്നുന്നത് can you try to unmute? Are you able to unmute yourself? Anyone is there? I can't see any raise. Otherwise you can raise hand. I will unmute you. Hope no one is there. Anyone? No. Okay. It's okay. That is കൺട്രോളിങ് ടീച്ചർ എന്ന് പറയുന്നതും നഴ്സറിങ് ടീച്ചർ, നമുക്ക് പല അനുഭവങ്ങൾ നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ദാറ്റ് ഈസ് നമ്മൾ കൺട്രോൾ ചെയ്ത് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ടീച്ചർ ആണെങ്കിലും വി നോ ദാറ്റ് നമ്മുടെ ടീച്ചർ എന്നുള്ള ആ ഒരു പദവിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ദേ ആർ കൺട്രോൾഡ് ബൈ ദ പാരൻസ്, ദേ മേ ബി കൺട്രോൾഡ് ബൈ ദ അങ്കിൾസ് ഓർ ആൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ്, ഓൾ ആർ കൺട്രോളിങ് ദം. ബട്ട് വി നോ ദാറ്റ് ഈ കുട്ടികൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അവിടെയും നമ്മൾ ഏർലി ഐഡന്റിഫിക്കേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ വി നോ ദാറ്റ് if we are controlling teacher, we can't identify the warning signs what children are showing. നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർ നമ്മളെ മുന്നോട്ട് ഓപ്പൺ ചെയ്ത് വരില്ല. സോ ഈ ഏർലി ഐഡന്റിഫിക്കേഷനിൽ ദർ ആർ ഫ്യൂ പോയിന്റ്സ് ടു അണ്ടർസ്റ്റാൻഡ്. ദാറ്റ് ഈസ് ബി അവെയർ ഓഫ് വാർണിംഗ് സൈൻസ്. നമ്മുടെ കുട്ടികൾ കാണിക്കുന്ന
ബിഹേവിയർ മേ ബി ഇൻ ചേഞ്ചസ് ഇൻ ബിഹേവിയർ, അല്ലെങ്കിൽ മൂഡ് ചേഞ്ചസ് ആവാം, ലോ അക്കാഡമിക് പെർഫോമൻസ് ആവാം, or they may be attacking any some types of indicating some mental health issues. പേഴ്സണൽ ഹൈജീനിൽ കുറവ് കാണാം, കമ്മ്യൂണിക്കേഷനിൽ കുറവ് കാണാം. ഇതിൽ നിന്നെല്ലാം ദിസ് ആർ ദ ഡിഫറെന്റ് സയൻസ്, വാർണിംഗ് സയൻസ് വാട്ട് ദേ ഷോ. പക്ഷേ നമ്മൾ ഇന്ന് കണ്ടില്ല എന്ന് വിചാരിക്കുന്ന പല സയൻസും നാളെ അവർക്ക് വലിയ ഗുരുതര പ്രശ്നങ്ങളിലേക്ക് അവർ എത്തിച്ചേരാവുന്നതാണ്. ചില മക്കളെ കാണാം നമുക്ക്, എപ്പോഴും ഭയങ്കര സൈലന്റ് ആയിട്ടാണ്, നല്ല ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. ബട്ട് നമ്മളുടെ ഒരു ചോദ്യം മതി എന്നല്ല, എന്നാൽ നമ്മളുടെ ഒരു സാന്ത്വനം, നമ്മളൊന്ന് പുറത്തു തട്ടി എന്താണ് മോനെ, അല്ലെ എന്താണ് മോളെ, എന്ത് പറ്റി, എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് നമ്മളുടെ ആ സാന്ത്വന വാക്കുകൾ നമ്മൾ ഒന്ന് പുറത്തു തട്ടി ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആ കുട്ടി ഫസ്റ്റ് ടൈം ഓപ്പൺ ആയിട്ടുണ്ടാവില്ല. വി കാണ്ട് ആസ്ക് ഇൻ ദ ക്ലാസ്, നമുക്ക് ക്ലാസ്സിൽ ചോദിക്കാൻ പറ്റില്ല. ഒന്ന് മാറ്റി നിർത്തി ചോദിച്ചാൽ ആ ടീച്ചർ എന്നെ ശ്രദ്ധിച്ചു, ടീച്ചറുടെ ഒരു ശ്രദ്ധ എന്നിൽ വന്നു എന്നുള്ള ഒരു കൺസേൺ ആ കൊച്ചിന് വരും. അപ്പൊ നമ്മൾ ഫസ്റ്റ് വി ഹാവ് ടു ബി അവെയർ ഓഫ് ദറ്റ് വാർണിംഗ് സയൻസ് വാട്ട് സ്റ്റുഡൻസ് ആർ ഷോയിങ്. നമ്മൾ ചിലപ്പോൾ അത് എന്താ, നീ ഇന്നലെ ഉറക്കയിരുന്നില്ലേ, മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നോ എന്നുള്ള നമ്മളുടെ ഒരു പെർസെപ്ഷൻ, നമ്മുടെ ഒരു തോന്നല അത്. നമ്മൾ അതിനപ്പുറത്ത് അങ്ങനെയുള്ളവരില്ല എന്നല്ല, ലേറ്റ് നൈറ്റ് മൊബൈൽ യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ട് ഇന്ന് കുറെ കൂടുതലാണ് ഈ കേസസ്. എന്നാലും അവിടെ നീഡ് വേണ്ടുന്ന കുറേ മക്കള് ഉണ്ടാവാം. ഈ അടുത്ത് ഒരു കൗൺസിലിങ്ങിന് പോയപ്പം ഒരു കൊച്ചിന്റെ അവരുടെ ക്ലാസ് ടീച്ചർ തന്നെ പറഞ്ഞു, ടീച്ചർ ഭയങ്കര മൂടിയാണ്, ഏത് സമയത്തും വല്ലാത്ത ഒരു മൂഡിലായി കുട്ടി ഇരിക്കുന്നത്, ക്ലാസ്സിൽ എന്നും സൈലന്റ് ആണ്, അക്കാഡമിക്കലി പെർഫോമൻസ് വളരെ ലോ ആണ്. വീട്ടിൽ പാരൻസിനെ വിളിച്ചാൽ പാരൻസ് നാളെ വരാന്ന് പറഞ്ഞ പാരൻസിനോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ടീച്ചർ ഒന്ന് കുട്ടിയെ സംസാരിക്കും. ആഫ്റ്റർ ഓൾ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്കൊരു കുട്ടിയെ ഒരു തവണ കണ്ടതുകൊണ്ടോ ഒരു സിറ്റിംഗ് കൊണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. ബട്ട് ഐ ടോക്ക് ടു ഹർ, ആള് ഒന്നും തുറന്നില്ല, മനസ്സ് തുറന്നേ ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇല്ല ടീച്ചർ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇത് ടീച്ചേഴ്സ് വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന പ്രശ്നം, എനിക്ക് ആരോടും സംസാരിക്കുന്ന ഇഷ്ടമല്ല. ഇങ്ങനെ പലതരത്തിലും അവള് എഗെയിൻസ്റ്റ് ആയിട്ട് ആണ് പറയണത്. ഒന്നും അത് തുറന്നു പറയാൻ അവൾക്ക് പറ്റുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ കൊച്ചിനെ പറഞ്ഞു വിട്ടു. നെക്സ്റ്റ് വീക്ക് വീണ്ടും ആ കുട്ടിയെ കാണുകയുണ്ടായി. അപ്പോഴും കുട്ടിക്ക് പറയാനൊന്നുമില്ല, ഇതേ സംഭവം തന്നെയാണ്. ഒന്നും അവള് തുറന്നു പറയാൻ തയ്യാറല്ല. ലാസ്റ്റ് വെറുതെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എന്താ അച്ഛനമ്മയും സ്കൂളിൽ വരുന്നു പറഞ്ഞു കണ്ടില്ല, ഒന്ന് നമുക്ക് അച്ഛനെയും അമ്മേനെ ഒന്ന് വിളിപ്പിച്ചാലോ? എന്തിനാ ടീച്ചർ വിളിക്കുന്ന, അച്ഛനമ്മേനെ ഒന്നും വിളിക്കണ്ട, ടീച്ചർ അതൊന്നും ഇവിടെ പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ പറയുന്നില്ല മോളെ, ഞാനൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. മോളൊരു കാര്യം ചെയ്യുന്നു, വീട്ടിൽ ചെന്നിട്ട് ഒന്ന് അച്ഛനോട് അമ്മയോടോ ആരെ കൊണ്ടാ വിളിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ മോളൊന്ന് എന്നെ വിളിക്കുക, ജസ്റ്റ് ഒന്ന് വെറുതെ സംസാരിക്കാനാണ്. ടീച്ചർ വേറെ ഒന്നും സംസാരിക്കില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല വേറെ ഒന്നും സംസാരിക്കുന്നില്ല, മോളൊന്ന് ജസ്റ്റ് ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി എന്താണെന്ന്. അങ്ങനെ വൈകുന്നേരം ഞാൻ കാത്തുനിന്നു, വിളിച്ചില്ല. ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു, മോളെ വിളിച്ചില്ലല്ലോ. നെക്സ്റ്റ് ഡേ വീണ്ടും ചോദിച്ചു, ഒരു മറുപടിയില്ല. മൂന്നാമത്തെ ദിവസം ആ കുട്ടി പറഞ്ഞു, ടീച്ചറെ ഒരു സത്യം എനിക്ക് പറയണം, ടീച്ചർ എന്നെക്കുറിച്ച് ഒന്നും പറയണ്ട, ഞാൻ കൗൺസിലിങ്ങിന് വന്നു, എനിക്ക് വിഷമമുണ്ട്, അതുകൊണ്ടാണ് ടീച്ചർ വിളിക്കുന്നത്, ഈ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. ശരി, സമ്മതിച്ചു, ആ കുട്ടിക്ക് സമ്മതിച്ചു കൊടുത്തു. ലാസ്റ്റ് മൂന്നാമത്തെ ദിവസമാണ് ആ കുട്ടിയെ വിളിക്കുന്നത്, ടീച്ചർ ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം, അതൊന്നും പറഞ്ഞില്ല, അമ്മയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് ചോദിച്ചു, എപ്പോഴാ ജോലിക്ക് പോയിട്ട് വരുന്നേ? അവർ പറഞ്ഞു, രാവിലെ 6 മണിക്ക് തൃശ്ശൂർ ജോലിക്ക് പോവും, വൈകുന്നേരം 7 മണിക്കാണ് വരുന്നത്. എൻ്റെ അമ്മയാണ് കൊച്ചിനെ അവൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം നിങ്ങൾ സ്കൂളിൽ വരാറില്ലേ? സ്കൂളിലൊന്നും വരാറില്ല ടീച്ചർ, ഞാൻ എല്ലാ കാര്യങ്ങളും അവൾ ടീച്ചർ എന്നെ വിളിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ബട്ട് അറ്റ് ലാസ്റ്റ് ആ ഡയലോഗ്സ് അങ്ങനെ നീണ്ടുപോയി. അവരെന്നോട് 1 മണിക്കൂർ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അവർ എന്നും രാവിലെ 6 മണിക്ക് പോവും, വൈകുന്നേരം 7 മണിക്ക് പോവും, 7 മണിക്ക് വരും. ഈ പാരന്റ് ഈ കുട്ടിയുടെ ബാക്കി കാര്യങ്ങളൊന്നും അറിയുന്നില്ല, എല്ലാം അമ്മ നോക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ ആ കുട്ടി മുതിർന്ന കുട്ടിയാണ്, 14 years old. അവൾക്ക് ഇപ്പൊ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് അവൾക്ക് അറിയാം, നമ്മൾ ആവശ്യത്തിനുള്ള എല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഫീലില് ഈ കുട്ടി
രണ്ടാമത് ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു അമ്മ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇങ്ങനെ ഒരു അമ്മ ഉണ്ടായിട്ട് എന്താ ടീച്ചർ കാര്യം? പക്ഷെ ചിലപ്പോൾ നമ്മൾ ഹെൽപ്ലെസ് ആണ്, നമ്മൾക്കൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. ആ ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ പറയുന്നത്, നമ്മുടെ മുന്നിൽ ഇങ്ങനെയുള്ള മക്കൾ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് ആസ് എ ടീച്ചേഴ്സ്, കാരണം നമുക്ക് എത്രയോ കുട്ടികൾ കടന്നു പോകുന്നുണ്ടെങ്കിലും നമുക്കറിയില്ല ഈ 50-ൽ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത്. അത് കണ്ടെത്താൻ നമ്മൾ പഠിക്കുക തന്നെ വേണം, നമ്മൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം. നമ്മൾ നമ്മുടെ ആ കുട്ടികളുടെ കണ്ണിലൂടെ നമുക്കത് മനസ്സിലാക്കണം. വി മസ്റ്റ് നോ our സ്റ്റുഡൻസ്. വി മസ്റ്റ് ബിൽഡ് റിലേഷൻഷിപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രെങ്ത്, ചാലഞ്ചസ് ആൻഡ് ഇമോഷണൽ നീഡ്സ് ഓഫ് അവർ സ്റ്റുഡൻറ്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ടീച്ചറായി മാറാൻ പറ്റുള്ളൂ. കാരണം ഈ കുട്ടിക്ക് പാരൻസിൻ്റെ അടുത്ത് നിന്ന് ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല. ആ അമ്മ പറയണ്ടായിരുന്നു, ഞാൻ പോയിട്ട് പണിയെടുക്കുന്ന പൈസ മുഴുവൻ ഈ കുട്ടിക്ക് തന്നെയാണ് ചെലവാക്കുന്നത്, എല്ലാം ആവശ്യമുള്ള വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ട് ഡിയർ ടീച്ചേഴ്സ്, ഇതിനപ്പുറത്തൊരു ബന്ധം ആ കുട്ടിക്ക് ആവശ്യമാണ്. നമുക്കറിയാം, ഇപ്പം അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളിലേക്ക് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വഴിതെറ്റിപ്പോകുന്ന അനേകം കുട്ടികളെ നമുക്കറിയാം. ചിലപ്പോൾ തോന്നും പാരൻസിനാണ് കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. അതെ, അത്യാവശ്യം അവിടെ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ്, ഞാനിപ്പം നിങ്ങൾ ആരും ഒരു അനുഭവം പറയാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം തന്നെ പറഞ്ഞതാണ്. അപ്പം ഇപ്പം ഈ കോച്ചിനോട് ഞാൻ ടീച്ചേഴ്സിന്റെ കാര്യം ചോദിച്ചു, മോളെ ടീച്ചറിന്റെ അടുത്ത് ആരോടെങ്കിലും ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ടീച്ചറുടെ അടുത്ത് പറയായിരുന്നില്ലേ? യെസ് ജോസഫ് സർ, യു ക്യാൻ. സർ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ജോസഫ് സർ. ഓക്കെ. ആ, സോ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. നല്ല പ്രസന്റേഷന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു സർ. എനിക്ക് ടീച്ചർ പറഞ്ഞ ഒരു കാര്യം, അവസാനം പറഞ്ഞ ചില സമയത്ത് നമുക്ക് പാരന്റ്സിനാണ് ചിലപ്പോൾ കൗൺസിലിംഗ് കൊടുക്കേണ്ടത് എന്ന് പലപ്പോഴും തോന്നിപ്പോകും. ഞാൻ യുവക്ഷേത്ര കോളേജിലാണ് ഓക്കെ. 9 വർഷമായിട്ട്. ഈ ടീച്ചർ പറഞ്ഞ ഒരു സിമിലർ അനുഭവം. ഞങ്ങളുടെ രാവിലെ ഒരു ദിവസം ഞങ്ങളുടെ ക്യാമ്പസിൽ ഒരു ആൺകുട്ടി വെറുതെ ഇരുന്ന് കരയുകയാണ്. ഓക്കെ. ഇത് കണ്ടു കഴിഞ്ഞ് വേറെ കുറച്ച് കുട്ടികൾ ആ ഡിപ്പാർട്ട്മെന്റ് HOD എന്ന് പറഞ്ഞു, ടീച്ചറിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു കുട്ടി അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, എന്തോ സീരിയസ് റീസൺ ഉണ്ട്. അങ്ങനെ ടീച്ചറെ നീ ഈ കുട്ടീനെ കണ്ട് കുട്ടിയോട് ചോദിച്ച ഉടനെ തന്നെ കുട്ടി ചോദിക്കുന്നതാണ്, ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നാണ് കുട്ടിയുടെ ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. അപ്പോൾ ടീച്ചർ പിന്നെ സംസാരിച്ച് ഞാൻ കുട്ടീനെ എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് ഞാനിങ്ങനെ കുറച്ച് സംസാരിച്ചിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പാരൻസിനെ ഒന്ന് വിളിക്കാം. ഉടനെ ഈ കുട്ടി പറഞ്ഞു, അച്ഛനെ ഒരു കാരണവശാലും വിളിക്കരുത്, പിന്നെ വല്യമ്മയുണ്ട്, വല്യമ്മേനെ വിളിക്കരുത്, അമ്മേനെ വിളിച്ചാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു അമ്മേനെ വിളിക്കാതെ പറഞ്ഞു. അമ്മേനെ വിളിച്ചു. അമ്മേനെ വിളിച്ചു കൊണ്ടത് അമ്മ പറയാണ്, ഞാൻ ഈ കുട്ടികളുകൊണ്ടാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരുപക്ഷെ പണ്ടേ ജീവിതം അവസാനിപ്പിക്കുമായിരുന്നു. പിന്നെ ചോദിച്ചപ്പോഴാണ് വീട്ടിലൊരു പ്രത്യേക സാഹചര്യം മനസ്സിലായി. പിന്നെ അമ്മ വന്ന് സംസാരിച്ചു. ഇപ്പം ഈ കുട്ടി വളരെ നന്നായിട്ട് നല്ല പെർഫോമൻസ് ആണ്. ചില സമയത്ത് നമുക്കറിയാം, നമുക്ക് ചില ഈവൻസിലൂടെ ടീച്ചർ പറഞ്ഞ നമ്മൾ എക്സലന്റ് ടീച്ചേഴ്സ് ആകുന്നത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നു. അത് ചിലപ്പോൾ ഡയറക്റ്റ് കുട്ടികൾ കൗൺസിലിംഗ് ആകാം, അല്ലെങ്കിൽ പാരൻസ് ആകാം, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയുള്ളതാകാം. ഞാനും ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കുട്ടികൾ ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീടുകളൊക്കെ ഇന്ന് സന്ദർശിക്കും. വീട്ടിലൊക്കെ പോയി പാരൻസുമായിട്ട് സംസാരിച്ച് നമുക്ക് കുറച്ചുകൂടെ ഐഡിയ ക്ലിയർ ആയിട്ട് കിട്ടും. അങ്ങനെ കുറേ കുട്ടികൾ നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ചില സമയത്ത് കുട്ടികളുടെ പാരൻസിനോട് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പോലും നമുക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അവരൊന്ന് തുറന്നു പറയുന്നുള്ളതാണ് നമ്മുടെ സ്ഥാനത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് ടു ബി എ ടീച്ചർ എന്ന് പറഞ്ഞാൽ അത് വളരെ മഹോന്നതമായ ഒരു സ്ഥാനമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നതും നമ്മൾ കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു ഫോർ യുവർ പ്രസന്റേഷൻ. താങ്ക് യു സർ. താങ്ക് യു. സാറ് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നത് ബ്രേക്കിംഗ് ദ സൈലൻസ് എന്നുള്ളത് ഞാൻ ചിന്തിച്ചത് ഒരു ക്ലാസ് റൂം എൻവറോൺമെന്റിൽ മാത്രമാണ്. ഒരു ടീച്ചർക്ക് ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ക്ലാസ് നന്നായി കുട്ടികളെ മനസ്സിലാക്കി എടുക്കുമ്പോഴാണ്. എനിക്ക് തോന്നുന്നത് സാറ് പറഞ്ഞത് മനസ്സിലായിട്ട് ക്ലാസ്സിന്റെ പുറത്തും നമ്മളെങ്ങനെ കുട്ടികളോട് സംവദിക്കുന്നു അതനുസരിച്ചിരിക്കും ക്ലാസ്സിലെ സൈലൻസ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് നമ്മളുടെ ഒരു കാര്യം. കാരണം വി ഹാഡ് ടു ബി എൻ എക്സ്ട്രാ ഓർഡിനറി. കാരണം ഇന്ന് ടീച്ചിങ്ങിന് കുട്ടികൾക്ക് നമ്മൾ ടീച്ചേഴ്സിന് ആവശ്യമില്ല. ആക്ച്വലി അവർക്ക് അതിന്റെ ആവശ്യം ഇപ്പം വരുന്നില്ല. ദർ ആർ മെനി സോഴ്സസ്. ഈ ഞങ്ങളുടെ ഇപ്പം സ്കൂളിൽ തന്നെ ബാൻഡ് സെറ്റിലെ ഒരു കൊച്ച് എന്നും ക്ലാസ്സിൽ ഇരിക്കില്ല. ഇനി ക്ലാസ്സിൽ നിർബന്ധമായി ഇരിക്കേണ്ട ദിവസം വന്നാൽ ആ കുട്ടി ലീവ് എടുക്കും. ഈ കൊച്ചിനോട് ചോദിച്ചപ്പം ഈ കൊച്ച് പരീക്ഷയ്ക്ക് നല്ല മാർക്കും വാങ്ങിക്കുന്നുണ്ട്. മോളെ നീ ക്ലാസ്സിൽ ഇരിക്കുന്നല്ലോ, നിനക്ക് എന്തെങ്കിലും ക്ലാസ്സിൽ ഇരുന്നാലേ എന്നല്ലോ പറഞ്ഞപ്പോൾ ടീച്ചർ
ഇപ്പം ഞാൻ സൈലം ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലാതെ എനിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് സാറില്ല ടീച്ചർ, ടീച്ചർ പറഞ്ഞെന്നില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് സൈലം ക്ലാസ് ഞാൻ ഡിപ്പെൻഡ് ചെയ്താൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടുന്നുണ്ട്. കാരണം അതാണ് നമ്മളിപ്പോ ഒരു ഫെസിലിറ്റേറ്റർ എന്ന റോളില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ ടീച്ചിങ് എന്നുള്ളതിന് ടീച്ചർ ഇസ് നോട്ട് എ ടീച്ചർ എന്നാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ബിക്കോസ് അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നില്ലെങ്കിൽ അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ബിക്കോസ് ടീച്ചർ ആവശ്യമില്ലാത്ത ഒരു യുഗത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ദർ ആർ ഡിഫറെന്റ് മീൻസ് ടു ഗെറ്റ് ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓർ ടു അണ്ടർസ്റ്റാൻഡ് ദ സിലബസ്. ഇതിനൊക്കെ ഡിഫറെന്റ് മീൻസ് അത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾക്ക് കുട്ടികളുടെ മെന്റൽ ഓർ ഇമോഷണലി നമ്മൾ എങ്ങനെ ആ കുട്ടീനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നമ്മൾ പറയും, പണ്ടൊക്കെ നമ്മൾ ഒരു ടീച്ചറെ ചോദിച്ചാൽ, ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറേയും ചോദിച്ചാൽ വഴക്ക് പറയുന്ന ടീച്ചർമാരെ ഇഷ്ടമല്ല എന്ന് പറയും. പക്ഷെ വഴക്ക് പറയുന്ന ടീച്ചേഴ്സിനെ ഓർക്കുന്ന എത്രയോ പേര് അതും ഉണ്ട്, അറിയാം നമുക്ക്. അപ്പൊ നമുക്ക് ഇവിടെ കുട്ടികളെ എങ്ങനെ മോൾഡ് ചെയ്യുന്നു എന്നുള്ളതിൽ ടീച്ചിങ് എന്ന് പറഞ്ഞ റോളിനേക്കാളും ഇന്നത്തെ ഇപ്പൊ പ്രസന്റ് സിനാരിയോയിൽ ആവശ്യമുള്ളത് ഹൗ ടു ബി എ ടീച്ചർ, ആൻ എക്സ്ട്രാ ഓർഡിനറി ടീച്ചർ എന്നുള്ളതാണ്. ഈ എക്സ്ട്രാ ഓർഡിനറി പറയുമ്പോൾ എവിടേക്കാ വരാം? ഇറ്റ് മേ ബി ഇൻ കമ്മ്യൂണിക്കേഷൻ, വൺ-ടു-വൺ കമ്മ്യൂണിക്കേഷനിൽ വരാം, ഹാർട്ട്-ടു-ഹാർട്ട് കമ്മ്യൂണിക്കേഷനിൽ വരാം. ആൻഡ് അനദർ ഒരു തിങ് ഹൗ ദ സ്റ്റുഡൻസ് ആർ അപ്രോച്ചിങ് us is in our tone. Mind your tone, dear teachers. നമ്മളൊരു സംസാരിക്കുന്നതിലല്ല ഞാൻ പറയുന്നത്, കുട്ടികളോട് സംസാരിക്കുന്നതിൽ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു, നമ്മൾ പെട്ടെന്ന് നമ്മൾ ഒരു ഉറക്കെ ശബ്ദിച്ചുകൊണ്ടോ നമ്മളൊന്ന് ഉറക്കെ ഷൗട്ട് ചെയ്തുകൊണ്ടോ കുട്ടികളെ എല്ലാ ക്ലാസ്സിന്റെ നടുവിൽ വെച്ച് നമ്മൾ അവരെ എന്തെങ്കിലും പറഞ്ഞ് സ്റ്റാൻഡപ്പ്, വൈ യു ആർ ടോക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ ഡയലോഗ്സ് അങ്ങോട്ട് പറഞ്ഞതുകൊണ്ടോ കുട്ടികൾ നമ്മളുടെ മുന്നിൽ ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, വി ഹാവ് ടു മൈൻഡ് അവർ ടോൺ. നമ്മൾ പറയുന്നതിലും നമ്മൾ ചെയ്യുന്നതിലും നമ്മൾ സംസാരിക്കുന്നതിലും ഇതെല്ലാം കുട്ടികൾ വീക്ഷിക്കേണ്ടത് നമ്മളെക്കാളും. ദേ ആർ ലേണിംഗ് ഫ്രം us. വേറൊരു അനുഭവം പറയുകയാണെങ്കിൽ, ഒരു ടീച്ചർ ആസ് എ ടീച്ചർ എന്നോട് ഒരു ആവശ്യം, ടീച്ചർ ഭയങ്കര വിഷമത്തില്ല. ടീച്ചർ ഒന്ന് സ്കൂള് ട്രാൻസ്ഫർ ചെയ്ത് മാറി വന്നതാ. ടീച്ചർ കാസർഗോഡായിരുന്നു, കാസർഗോഡ് നിന്ന് പാലക്കാടേക്ക് ട്രാൻസ്ഫർ ആയി വന്നതാ. ടീച്ചർ എന്നോടൊരു വാക്ക് പറഞ്ഞു, ടീച്ചർ എനിക്കൊരു ഹെൽപ്പ് വേണം. കാരണം എനിക്ക് എന്തോന്നറിയില്ല, കുട്ടികളുടെ ആ ഒരു കൾച്ചർ മാറിയതുകൊണ്ടാണോ ഒട്ടും എനിക്ക് ഇവിടെ കുട്ടികളോട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. ടീച്ചർ ശരിക്കും കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ടീച്ചറോട് കുറെ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് അപ്പോഴാണ് പറഞ്ഞ, ടീച്ചറുടെ ക്ലാസ്സിലൊരു കുട്ടിയോട് ടീച്ചർ പറഞ്ഞൊരു കാര്യം ഈ പറയുന്ന സംസാരത്തിലൂടെ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ടീച്ചറോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, പിന്നീട് എന്തോ പറഞ്ഞപ്പോൾ ടീച്ചർ എന്നോട് പറയാണ്, ടീച്ചർ അവൻ എന്നോട് പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ, അവൻ എന്നോട് ആ പറഞ്ഞത് എനിക്ക് വല്ലാതെ ഹേർട്ട് ചെയ്തു, അതുകൊണ്ട് ഞാൻ അവനെ നന്നായി പറഞ്ഞു. ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ എന്താണ് പറയാൻ പാടില്ലായിരുന്നെന്ന് പറയാൻ കാര്യം അത് വ്യക്തമാക്കാവോ? ഒന്നും ഉണ്ടായിരുന്നില്ല, കാര്യം സിമ്പിൾ. പക്ഷെ അത് പ്രശ്നം ഗുരുതരത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് ഒരു ചെറിയ ഇതിൽ പറയാം. ആ കുട്ടി റെക്കോർഡ് സബ്മിറ്റ് ചെയ്തില്ല. റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാത്ത അപ്പം ആ ടീച്ചർ കുട്ടിയോട് പറഞ്ഞു, റെക്കോർഡ് ടീച്ചർ ഒന്ന് ശബ്ദത്തിൽ ഡെസ്കിലിട്ടു, എടുത്തോണ്ട് പോ, ഇനി എൻ്റെ മുന്നിൽ ഇത് സാധനം കൊണ്ട് വരണ്ട, നീ എങ്ങനെ എക്സാം എഴുതുന്നു നോക്കട്ടെ. അപ്പൊ ടീച്ചറോട് ഈ കൊച്ചു പറഞ്ഞു, നിങ്ങളില്ലെങ്കിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ഇതാണ് നമ്മുടെ കുട്ടികൾ. ഇന്നത്തെ കുട്ടികൾ ഇങ്ങനെയാണ്. അവർക്ക് നമ്മളോട് സംസാരിക്കുന്നതിലോ അല്ലെ ആസ് എ ടീച്ചർ നമ്മൾ അന്ന് ഭയഭക്തി ബഹുമാനത്തോടെ നമ്മൾ കണ്ട ടീച്ചേഴ്സിന്റെ ഒരു ലെവലിലേക്കല്ല ഇപ്പൊ നമ്മുടെ മക്കൾ നമ്മളെ കാണുന്നത്. അവൻ എന്നോട് പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള ഈ ഒരു വാക്ക് ഈ ടീച്ചർ സ്റ്റാഫ് റൂമിൽ പോയിട്ട് പറഞ്ഞത് ടോണിൽ വ്യത്യാസമാണ്. അവൻ എന്നോട് പറഞ്ഞത് ശരിയായില്ല. അവൻ എന്നോട് പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുമ്പോഴും നമ്മളിലൂടെ എന്താണ് അവനിലേക്ക് പോയതെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പ്രശ്നമായി, കുട്ടീനെ വിളിച്ചു, പാരന്റ്സിനെ വിളിച്ചു, കുട്ടി വീട്ടില് ഈ കാര്യം അവതരിപ്പിക്കാതെ വേറെ ആരോ വിളിച്ചിട്ട് പോകും. അങ്ങനെ പ്രശ്നം വളരെ ഗുരുതരമായി. അപ്പം നമ്മൾ പറയുന്നത്, കുട്ടികളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ഹാവ് ടു മൈൻഡ് ദ ടോൺ.
ഈ ടീച്ചർ ഇങ്ങനെ ഈ കൊച്ചിനോട് ഇടപെട്ടത് കൊണ്ട് പിന്നീട് നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഈ ക്ലാസ്സിലെ മൊത്തം കുട്ടികളും ടീച്ചറിനോട് ഇടപഴകുന്ന ആ രീതിയിൽ വ്യത്യാസം വന്നുള്ളതാണ്. ആരും മൈൻഡാക്കുന്നില്ല ടീച്ചറെ. ടീച്ചർ പറഞ്ഞാൽ ആരും ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും കട്ട സപ്പോർട്ടാ. നമ്മുടെ കുട്ടികളുടെ ഭാഷ പറഞ്ഞാൽ കട്ട സപ്പോർട്ടാ. ഈ കൊച്ചിനോടുള്ള കട്ട സപ്പോർട്ട് ടീച്ചറെ ഒറ്റപ്പെടുത്തി. ഈ കാരണം കൊണ്ടാണ് ടീച്ചർക്ക് ഭയങ്കര പ്രോബ്ലം. കാരണം വന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ, ട്രാൻസ്ഫർ ആയി വന്നിട്ട് കുട്ടികളെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ പറയുന്നത് ഇവിടെ ടീച്ചർ റെക്കോർഡിന്റെ പ്രശ്നം അതൊക്കെ ഓക്കെ, പക്ഷെ ആ കമ്മ്യൂണിക്കേഷനിൽ വന്ന ആ ടോണിൽ വന്നത്, കമ്മ്യൂണിക്കേഷനിലും അല്ല, ജസ്റ്റ് ആ ടോണിൽ വന്ന ഒരു ഡിഫറൻസ് ആ ക്ലാസ്സിലെ മൊത്തം കുട്ടികളെ അത് ബാധിക്കണമെങ്കിൽ ഇനി ആ ടീച്ചർക്ക് അതിൽ നിന്ന് പുറത്തു വന്ന് അതൊന്ന് പാരലാക്കി കൊണ്ടുവരണമെങ്കിൽ ഷീ ടേക്സ് ടൈംസ് അല്ലേ? അപ്പൊ നമ്മൾ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ വരുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മുടെ മുന്നിലുള്ള മക്കള് പല തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് അനുഭവിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നവരായിരിക്കാം. അങ്ങനെ ഈ കുട്ടിയുടെ കാര്യം അന്വേഷിച്ചപ്പോൾ ഈ കുട്ടി റിബലാവാൻ കാര്യം വേറൊന്നുമല്ല. കുട്ടിയുടെ പാരൻസ് എന്ന് പറയുന്നവര് എന്താണെന്ന് വെച്ചാൽ സിംഗിൾ പാരന്റ് ആണ്. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ അച്ഛൻ കൂടെയല്ല. അമ്മ ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷെ അമ്മ ഡെയിലി വീട്ടിൽ വരുന്നവരല്ല. കുട്ടി ചെറിയമ്മയുടെ കൂടെ താമസിക്കുന്നത്. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കുട്ടിയുടെ പിറകിലുണ്ട്. അപ്പൊ നമ്മൾ ആസ് എ ടീച്ചർ വി ഹാവ് ടു മോണിറ്റർ ദ റിസ്ക് ഫാക്ടേഴ്സ് when we are talking, when we are communicating, when we are giving any കാരണം ഇപ്പൊ ഉപദേശം എന്ന് പറയുന്നത് ഇല്ല. വി കാൺ ഗിവ് എനി ഉപദേശംസ്. അതാണ് ഓക്കെ. അപ്പൊ ഇവിടെ പല ട്രോമയിൽ നിന്ന് വരുന്ന മക്കൾ ഇരിക്കുന്നവരാണ് നമ്മുടെ മുന്നിൽ. ബുള്ളിങ് ആയാലും ഫാമിലി പ്രോബ്ലംസ് ആയാലും സോഷ്യൽ ഐസൊലേഷൻസ് അങ്ങനെ ദിസ് ഓൾ ഇങ്ങനെയുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇങ്ങനെ പല രീതിയിലും കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കുട്ടികളെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമുക്ക് അവരുടെ മുന്നിൽ നമ്മൾ ഒരു തുറന്ന പുസ്തകമായി നമുക്ക് ഇരിക്കാൻ പറ്റുക എന്നുള്ളതിൽ വി ഹാവ് ടു ഫൈറ്റ് അല്ലേ? ആസ് എ ടീച്ചർ നമുക്ക് വെറുതെ സബ്ജക്റ്റ് പഠിപ്പിച്ച് പോവുക മാത്രമല്ല നമ്മുടെ ഡ്യൂട്ടി. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നമ്മൾ നമ്മുടെ മുന്നിലിരിക്കുന്ന 50 പേരെയും കണ്ണിൽ നോക്കി അവരുടെ വിഷമങ്ങൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ഇപ്പോഴത്തെ നമുക്കറിയാം, ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നമുക്കറിയാം ഒരു വീഡിയോ ബിറ്റ് യൂട്യൂബ് ഫുള്ള് കാണാൻ പറ്റാത്ത. നേരത്തെ യൂട്യൂബിലായിരുന്നു കുട്ടികൾ, ഇപ്പൊ അത് റീൽസ് ആയിട്ട് മാറി, ത്രെഡ്സ് ആയിട്ട് മാറി. ഈവൻ ഡ്രിങ്ക്സ് പോലും ഇപ്പൊ എന്താണ്, ഷോർട്സ് ആണ്. എല്ലാവർക്കും അറിയാൻ തോന്നുന്നല്ലേ ഷോർട്സ്? ടീച്ചേഴ്സ് കേട്ടിട്ടുണ്ടാവാം. കാരണം ഇപ്പൊ നമ്മൾ കുട്ടികളുടെ കൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതിരിക്കുന്നു. കുട്ടികൾ എന്തിനാണ് ഇഷ്ടപ്പെടുന്നത്? കുട്ടികൾ എന്താണ് ഇപ്പൊ ഏത് തരത്തിലുള്ള പാട്ടുകളാണ് ഇഷ്ടപ്പെടുന്നത്? ഏത് തരത്തിലുള്ള ഡ്രിങ്ക്സ് ആണ് ഇഷ്ടപ്പെടുന്നത്? ഇതൊക്കെ നമ്മളും ഇപ്പം അപ്ഡേറ്റ് ചെയ്യണം. അതർവൈസ് വാട്ട് ഹാപ്പൻസ്? നമ്മളൊന്നും അറിയാത്ത ടീച്ചേഴ്സ് ഇവരെന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് നീ ഇപ്പൊ റീൽസിനെ കുറിച്ചാണ് പറഞ്ഞതല്ലേ, ഏത് ബാൻഡിനെ കുറിച്ച് സംസാരിച്ചത്, നമ്മൾ ആ ബാൻഡിനെ കുറിച്ച് ഒരു വാക്ക് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ വി ക്യാൻ അട്രാക്ട് ദം. നമുക്ക് പക്ഷെ അപ്ഡേഷൻ എല്ലാ തരത്തിലും വേണം, സബ്ജക്ട് അപ്ഡേഷൻ മാത്രമല്ല. ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്ട് കമ്പ്യൂട്ടർ സയൻസ് ആണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കോപ്പപ്പ് ചെയ്ത് പോകാൻ. കാരണം ദേ ആർ ഫാർ അഡ്വാൻസ് ദൻ മീ. അപ്പം ഐ ഷുഡ് ഓൾസോ ബി അപ്ഡേറ്റഡ്. നമ്മൾ എന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് കുട്ടികൾ. ഇപ്പൊ ടീച്ചേഴ്സിന്റെ ഒരു റോൾ അതാണല്ലോ. വി ആർ ഗോയിങ് ഓൺ സ്റ്റഡി. ഇവിടെ ഇങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് ആ കുട്ടികളുടെ ഒപ്പം ആവണമെങ്കിൽ വി ഹാവ് ടു മോണിറ്റർ ദ റിസ്ക് ഫാക്ടേഴ്സ് എമംഗ് ആ സ്റ്റുഡൻസ്. നമ്മുടെ ക്ലാസ്സിലെ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വി ക്യാൻ ഹാവ് എ ഷോർട്ട് നോട്ട്, നമുക്ക് എഴുതി വെക്കാം. വി ക്യാൻ ഐഡന്റിഫൈ ദ സ്റ്റുഡൻസ്, നമുക്ക് ഒന്ന് കുറിച്ച് വെക്കാം. ഈ ഷോർട്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു കാര്യം പറയാനാണ്. ഇപ്പൊ ഇഫ് ദർ ഇസ് 45 minutes ആവ്, ഇന്നത്തെ കുട്ടികൾക്ക് ആ 45 പോയിട്ട് ഇപ്പൊ ടീച്ചേഴ്സിന് എല്ലാവർക്കും അറിയാം ഇപ്പൊ എത്ര മിനിറ്റ് ടീച്ചേഴ്സ് നമ്മുടെ കുട്ടികൾ നമ്മുടെ മുന്നിൽ ആക്റ്റീവായിട്ട് ലിസണറായിട്ട് ഇരിക്കുന്നുണ്ട്. എനിവൺ പ്ലീസ്? നമുക്ക് ഈ 45 മിനിറ്റ്സും കുട്ടികളെ നല്ല ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നുണ്ട് എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ടീച്ചേഴ്സ് പ്ലീസ്, എത്ര മിനിറ്റ് നമുക്ക് കുട്ടികളെ ശ്രദ്ധയോടെ ഇരിക്കുന്ന കുട്ടികളായിട്ട് നമുക്ക് കയ്യിൽ കിട്ടുന്നുണ്ട്? എനിവൺ പ്ലീസ്? യു ക്യാൻ, or you can give a chat.
മെസ്സേജ് ആയിട്ട് തരാം. വി ഓൾ ആർ ടീച്ചേഴ്സ്, ഐ തിങ്ക് മോസ്റ്റ് ഓഫ് us ആർ ടീച്ചേഴ്സ്. അപ്പൊ നമുക്കറിയാം ശ്രദ്ധയോടെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ക്ലാസ്സിൽ എത്ര സമയം ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളത്. ഡിപ്പെൻഡിങ് ഓൺ ദ ക്ലാസ് സബ്ജക്ട് ആൻഡ് പ്രസന്റേഷൻ. യെസ് സർ. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് മോർ ദാൻ 25 minutes നമ്മുടെ കുട്ടികൾ നേരത്തെ നമുക്ക് അനുഭവപ്പെട്ട ഒരു 45 minutes നമ്മുടെ കുട്ടികൾക്ക് ഇരിക്കാൻ ഇന്ന് മോസ്റ്റ്ലി ആഫ്റ്റർ ദിസ് കോവിഡ് അല്ലേ, പോസ്റ്റ് കോവിഡ്. ടീച്ചറെ ഞാൻ ഇന്റർഫിയർ ചെയ്തോട്ടെ. അത് ഞാനൊരു ടീച്ചർ ആയതുകൊണ്ടും പറയാം. ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമ്മൾ ക്ലാസ് എടുക്കും, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തുടരും. ഫ്രണ്ടിലുള്ള 10 പേര് മാത്രമാണ് ആ 20 മിനിറ്റുകാരുള്ളൂ. ബാക്കിലുള്ളവരൊക്കെ 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലുള്ളവർ മാത്രം നോക്കി ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞത് ശരിയാ. എക്സാക്ട്ലി അല്ല നമ്മള്, കാരണം അവർ റീൽസിലും അവർ ഷോർട്സിലും ആണ് അവര് ദേ ആർ ഗോയിങ് ഫോർവേഡ്. അപ്പൊ നമ്മളും കൂടെ വി ഹാവ് ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്, വി ഹാവ് ടു മേക്ക് ഇറ്റ് ഇന്ററാക്റ്റീവ്. നമ്മുടെ വെറുതെ നമ്മൾ സിലബസ് എടുത്തു പോരണം നമുക്ക് പറ്റും, 45 minutes നമുക്ക് പറ്റും. ബട്ട് ഈ സമയം നമുക്ക് കുട്ടികളെ മനസ്സിലാക്കാൻ ബാക്കി 10 മിനിറ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ട സമയമാണ് ശരിക്കും. നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ട് അവിടെ വി ഡോണ്ട് തിങ്ക് ദാറ്റ് നമ്മൾ ജസ്റ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മുടെ ഇതൊക്കെ നമ്മളിപ്പം ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കുട്ടികളാണ് നമ്മുടെ മുന്നിൽ എന്ന് നമുക്ക് അറിഞ്ഞ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ വി ക്യാൻ ഹാവ് അവരുടെ ഓരോ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് പറ്റില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അത് കഴിഞ്ഞ് നമുക്ക് ഡിഫറെൻറ്റ് ടൂൾസ് അത് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പല കൺസേൺസ് പല ടൂൾസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ കണ്ടെത്തുന്നിടത്താണല്ലോ ആദ്യത്തെ കാര്യം. നമുക്ക് വേണ്ടുന്ന വിധത്തിൽ ഇതിനെ ചാനലൈസ് ചെയ്യാതെ നമ്മൾ എനർജി വേണ്ട വിധം നമ്മൾ യൂസ് ചെയ്തു. ചാനലൈസ് ചെയ്യാതെ അവർ ഡിസ്ട്രക്റ്റീവ് ആവുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ നമ്മളും കൂടെ ചിന്തിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? അവരവിടെ നിന്ന് അവരുടെ പണിയെടുക്കും. ദേ മേ നോട്ട് ബി കോൺഷ്യസ്, അവര് കോൺഷ്യസ് ആവില്ല, അവര് ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ വി ഹാവ് ടു അവെയർ ഓഫ് ആ ട്രിഗേഴ്സ് ടു. നമ്മുടെ ട്രിഗേഴ്സ് എന്താ വെച്ചാൽ നമ്മൾ എത്രയും പെട്ടെന്ന് പോർഷൻസ് എടുക്കണം. ഫസ്റ്റ് ടേം കഴിയാറായി, സെക്കൻഡ് ടേം കഴിയാറായി. ഇതൊക്കെ നമ്മളുടെ ഒരു ട്രിഗേഴ്സ് ആണ്. മേ ബി സം അതർ ഇഷ്യൂസ്. ഇതിലൊക്കെ പുറമെ നമ്മുടെ മുന്നിലുള്ള മക്കളെ തിരിച്ചറിയാൻ, ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ വി ക്യാൻ ഹാവ് എ ലിറ്റിൽ ഹെൽപ്പ്. ഒരു ചെറിയ ഹെൽപ്പ് കൊടുത്താൽ ബാക്കി നമുക്ക് അഡ്വാൻസ് ഹെൽപ്പിന് നമുക്ക് വി ക്യാൻ ഡിപ്പെൻഡ് എനി വൺ. ദർ ആർ സോ മെനി ഇഷ്യൂസ് ഫൈൻഡ് ഔട്ട് ബൈ ദ ടീച്ചേഴ്സ്. നമുക്കറിയാം, പത്രത്തിലും ഇതിലും ഒക്കെ ആയിട്ട് നമുക്ക് അറിയുന്നതാണ്. ടീച്ചേഴ്സ് കണ്ടെത്തിയതായിട്ടും നമുക്ക് കണ്ടെത്തിയിട്ട് അത് വലിയ ഇഷ്യൂസിൽ നിന്ന് നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റിയതായിട്ടും എല്ലാം. അപ്പൊ ഇതേപോലെ തന്നെയാണ് പല ഇഷ്യൂസിലും ചെന്ന് പെടുന്ന മക്കളുണ്ട്. കാണാൻ വേറൊരു കേസ് കേട്ടത്, ഇപ്പം ഒരു കുട്ടി, ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതാണ്, അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നിട്ട് ഈ കുട്ടിയുടെ ഈ ഡ്രഗ്സും അങ്ങനെയുള്ള ഇതിലൊക്കെ വന്ന് അവരെ പിടിക്കപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ ആ കുട്ടിയോട് ഹസ്ബൻഡ് എൻ്റെ മുന്നിൽ ആ കുട്ടി പറയണത്രേ, എൻ്റെ മോന്തെ എന്തിനു കൊള്ളും, എന്നെ ആര് അംഗീകരിക്കും, പിന്നെ എനിക്കെന്താ ഇതൊക്കെ ചെയ്താൽ. കാരണം അതാണ് ഒരു 18 വയസ്സുള്ള ഒരു പയ്യൻ ചോദിക്കുകയാണ്, എൻ്റെ മോന്തെ എന്തിനു കൊള്ളും, എന്നെ കൊണ്ട് എന്തിനു പറ്റും, എന്നെ ആര് അംഗീകരിക്കും. ഈ പെർസെപ്ഷൻ, ആ ഒരു തോന്നലുണ്ടല്ലോ, അത് വല്ലാത്തൊരു ഡേഞ്ചറസ് ആണ്. ഇവിടെയൊക്കെ നമുക്ക് ടീച്ചേഴ്സിന്റെ റോൾ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വി ഹാവ് ടു റെസ്പോൺസ്, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ട്രിഗേഴ്സ് വാട്ട് ഹാപ്പനിങ് ഫോർ അവർ ചിൽഡ്രൻ. നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വി ക്യാൻ എംബ്രേസ് ദ ഇംപെർഫെക്ഷൻസ് ഓഫ് അവർ സ്റ്റുഡൻസ്. ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. Then we have to response. First response ആണ്. First after the identification we have to find out the first response. ഒരു സേഫ് ആൻഡ് സപ്പോർട്ടീവ് എൻവയൺമെന്റ് ആ കുട്ടിക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ ഫസ്റ്റ് വേണ്ടത് ദ കൾച്ചർ ഓഫ് ട്രസ്റ്റ് ആണ്. ആസ് എ ടീച്ചർ നമ്മളിത് ക്ലാസ്സിന് കേട്ടു, അല്ലെങ്കിൽ ക്ലാസ്സിലെ കുട്ടിയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കേട്ടു. സൂൺ ആഫ്റ്റർ വെൻ യു ആർ ഗോയിങ് ടു ദ സ്റ്റാഫ് റൂം, വി ആർ ഡിസ്കസിങ് ഇറ്റ് എമംഗ് ഓൾ ദ ടീച്ചേഴ്സ്.
നമ്മളിതെല്ലാം കൂടി നമ്മൾ അവിടെ ഡിസ്കഷന് പോയി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ? ടീച്ചറെ സോറി ഫോർ ഇന്റർഫിയറിംഗ്. ഓക്കെ. എനിക്ക് തോന്നുന്നു ചാറ്റ് മാഡത്തിനെ കാണാൻ പറ്റുന്നുണ്ടോ? ചിലത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് വരുന്നുണ്ട് ആ ചിലത്. എനിക്ക് ചാറ്റ് കിട്ടിയിട്ടില്ല ഇതുവരെ, ഞാൻ കാണാൻ പറ്റുന്നുണ്ട്. അല്ലല്ല, അതെനിക്ക് വേണത് ആ സെറ്റിങ്സ് ഞാൻ മാറ്റാം. അല്ല, ഇപ്പോൾ ഒരു ചാറ്റ് വന്നത് നേരത്തെ ചിലരൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് ഡയറക്റ്റ് ഞാനിപ്പോൾ നോക്കിയത് ഡയറക്റ്റ് മെസ്സേജ് ആണ്. ഇതിനകത്ത് ഒരു വിമല മേഡം എന്നോട് പറഞ്ഞത് ഇപ്പം വോളിയം കുറവാണെന്ന് പറഞ്ഞു. പക്ഷേ വിമല മേഡം ഐ ക്യാൻ ഹിയർ വെരി വെൽ. ഒന്ന് നോക്കണേ. മറ്റുള്ളവർ ആർ യു ഓഡിയബിൾ? മീൻ സജ ടീച്ചർ ഓഡിയബിൾ? മീൻ സജ ടീച്ചർ നീ സംസാരിക്കാമോ? ഓക്കെ ഓക്കെ. ഐ എം എനിവൺ പ്ലീസ് ഓഡിബിൾ ആണോ? ക്ലിയർ ആണ്. എനിക്ക് ചാറ്റ് ഇടുന്നുണ്ട് അവർ. ഓക്കെ ഓക്കെ ഐ ഓക്കെ. വിൽ ചേഞ്ച് ദ ചാറ്റ് സെറ്റിംഗ്സ്. ഞാനൊന്ന് മാറ്റാം. ഓക്കെ സർ. ഓക്കെ 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 ഫൈൻ. അപ്പൊ നമ്മളുടെ ഞാൻ പറഞ്ഞു വന്നത് ദാറ്റ് ഈസ് വി ഹാവ് ടു ഹാവ് എ സപ്പോർട്ടീവ് എൻവയൺമെന്റ് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. അതിനെ ഫസ്റ്റ് ബിൽഡ് ചെയ്യേണ്ടതാണ് ട്രസ്റ്റ്. കുട്ടികൾക്ക് ഒരു വിശ്വാസം വേണം. ഈ ടീച്ചറോട് പറഞ്ഞാൽ ഇത് നാലാള് അല്ലെങ്കിൽ ആ സ്റ്റാഫ് റൂമിലുള്ള എല്ലാ ടീച്ചേഴ്സും അറിയില്ല, ടീച്ചർ അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യും. ആ ഒരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കണം. കാരണം എന്ത് കേട്ടാലും നമ്മൾ എല്ലാ പറയേണ്ടതുണ്ടെന്നല്ല, പറയേണ്ട കാര്യങ്ങൾ പറയണം. എന്നാലും അത് മറ്റുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്ത് നമ്മളൊരു ഗോസിപ്പായിട്ട് ചെന്ന് പറയുന്നതിനേക്കാളും ഹൗ ടു ടേക്ക് പ്രിവെന്റീവ് മെഷേഴ്സ്, നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്താൽ മാത്രമേ ഈ ഇന്ന് പറഞ്ഞ കുട്ടി അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞ ആ കുട്ടിയുടെ മറ്റു ഫ്രണ്ട്സ് നമ്മളോട് നാളെ മനസ്സ് തുറക്കണമെങ്കിൽ വി ഹാവ് ടു ബിൽഡ് എ കൾച്ചർ ഓഫ് ട്രസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ്, എംപതി. ഇതൊക്കെ നമുക്ക് ആ ഒരു ദാറ്റ് മീൻസ് ആഫ്റ്റർ ഓൾ വി ഹാവ് ടു ക്രിയേറ്റ് എ സേഫ് ആൻഡ് സപ്പോർട്ടീവ് എൻവയൺമെന്റ് ഫോർ ചിൽഡ്രൻ. ഗുഡ് ലിസണർ. സെക്കൻഡ് വൺ ഇസ് ഗുഡ് ലിസണർ. വി ഹാവ് ടു ലിസൺ ആക്റ്റീവ്ലി. നമ്മൾ ലിസൺ ചെയ്യാൻ പറ്റണം. എനിക്ക് അടുത്ത ദിവസം ക്ലാസ് ഉണ്ട്, നിങ്ങൾ ഇപ്പൊ പോയിട്ട് പിന്നെ ഇന്റർവെൽ വാലിന് പറയും. പക്ഷെ ഈ കുട്ടിക്ക് പറയാനുള്ള ആ മോഡിൽ ചിലപ്പോൾ പറയാനുള്ളത് ആ കുട്ടി ആ സമയത്തേ പറയുള്ളൂ. നമ്മൾ എല്ലാ സമയത്തും ഈ പല കുട്ടികളും വന്ന് പറയുന്നില്ല ഞങ്ങളടുത്ത്. പക്ഷേ പറയാൻ ഒരു കുട്ടി മനസ്സോടെ മുന്നോട്ട് വന്നാൽ ഒരു 5 minutes ക്ലാസ് പോയാലും ടീച്ചേഴ്സ് വി ഹാവ് ടു ബി എ ഗുഡ് ലിസണർ. വി ഹാവ് ടു ലിസൺ ഇറ്റ് ആക്റ്റീവ്ലി. ആ ചൈൽഡിന്റെ കൺസേൺ അല്ലെങ്കിൽ ഫീലിങ്സ് വിതൗട്ട് ജഡ്ജ്മെന്റ്. പ്ലീസ് അണ്ടർലൈൻ ദാറ്റ്, വിതൗട്ട് ജഡ്ജ്മെന്റ്. നമ്മൾ ആദ്യം ഒരു ഗുഡ് ലിസണറായിട്ട് കേൾക്കണം. കേൾക്കുന്നതിന് മുന്നേ നമ്മൾ ചാടിക്കേറി നമ്മൾ അഭിപ്രായം പറയരുത്. വി ഹാവ് ടു ബി എ ഗുഡ് ലിസണർ, ലിസൺ ഇറ്റ് ആക്റ്റീവ്ലി. ചൈൽഡിന്റെ കൺസേൺ എന്താണ്, പറയാനുള്ള മുഴുവൻ കാര്യം ചിലപ്പോൾ കുറേ നാളുകളായിട്ട് മനസ്സ് തുറക്കാത്തതായിരിക്കും മുഴുവൻ നമ്മളോട് പറയുന്നത്. വി ഹാവ് ടു ക്രിയേറ്റ് എ എൻവയൺമെന്റ് ഫോർ ദാറ്റ്. എന്നിട്ട് വേണം വി ഹാവ് ടു വാലിഡേറ്റ് ദ ഇമോഷൻസ്, എക്നോളജ് ചെയ്യാൻ, നോർമലൈസ് ദ ഫീലിങ്സ്. എങ്ങനെ നോർമലൈസ് ചെയ്യാൻ പറ്റും ആ കുട്ടിയുടെ ഫീലിങ്സ്? നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ വി ഹാവ് ടു ഗൈഡ് എനി വൺ. നമുക്ക് ആരെങ്കിലും റെഫർ ചെയ്തിട്ട് നമുക്ക് അത് ഇപ്പം മിക്ക സ്കൂൾസിലും സൗഹൃദ ക്യാമ്പ് അല്ലെങ്കിൽ കൗൺസിലിംഗ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. യു ക്യാൻ കോൾ എനി വൺ. അല്ലെങ്കിൽ അതിനുള്ള ഈവൻ ഇപ്പം ഓൺലൈനായിട്ട് തന്നെ കുറേ റെപ്യൂട്ടഡ് നമ്പേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ത്രൂ ചൈൽഡ് ലൈൻ അങ്ങനെ ഡിഫറെൻറ്റ് കിട്ടുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും നമ്മളൊരു സപ്പോർട്ടീവ് മെഷേഴ്സ് എടുത്തില്ല എങ്കിൽ നമ്മളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വെറും ജസ്റ്റ് ഒരു ലിസണറായിട്ട് ഇരിക്കാതെ വി ഹാവ് ടു വാലിഡേറ്റ് ദർ ഇമോഷൻസ്, പ്രൊവൈഡ് റീഅഷുറൻസ്. റീഅഷുറൻസ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റുന്നത്? ഈ ടീച്ചറോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വരരുത്. ലെറ്റ് എ ചൈൽഡ് നോ ദാറ്റ് യു ആർ സപ്പോർട്ടിങ് ദം, യു ആർ ദർ ടു സപ്പോർട്ട്. മോനെ ഞാൻ നിനക്ക് ഇന്ന് ചെയ്തു തരാം, നീ ഞാൻ പറയുന്ന പോലെ കേൾക്കൂ, നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു സപ്പോർട്ട് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. വി ഹാവ് ടു പ്രൊവൈഡ് എ റീഅഷുറൻസ്. ആൻഡ് ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്, ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല, നമുക്ക് പറ്റില്ല എന്ന് കാണുകയാണെങ്കിൽ മാത്രം വി ക്യാൻ സീക്ക് അഡീഷണൽ സപ്പോർട്ട്. വി ക്യാൻ കൊളാബറേറ്റ് വിത്ത് സ്കൂൾ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസുമായിട്ട് നമുക്ക് സംസാരിക്കാം. ഇൻ കേസ് ഓഫ് പാരൻസിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ വി ക്യാൻ ഹാവ് ദ പാരൻസ് ടു ഗോ ആൻഡ് മീറ്റ് എ കൗൺസിലർ. അത് നമ്മുടെ കയ്യിൽ നിന്ന് കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വി ഹാവ് ടു സീക്ക് അഡീഷണൽ സപ്പോർട്ട് ഇഫ് നീഡഡ് ഓൺലി. ദെൻ വി ഹാവ് ടു ഡെവലപ്പ് എ റെസ്പോൺസ് പ്ലാൻ. ഒരു പ്ലാൻ, എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് നമ്മളിപ്പം കൗൺസിലേഴ്സ് സൈക്കോളജിസ്റ്റ് പറയും, എന്തെങ്കിലും ആവശ്യമുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ ഒന്ന് വിളിച്ചോളൂ, എന്ത് പ്രോബ്ലം വരുന്നത് നിനക്ക് ആ സമയത്ത് എന്നെ വിളിക്കാം. വിളിക്കുന്ന കേസുണ്ട്, വിളിക്കാത്ത കേസുണ്ട്. പക്ഷേ എത്രയോ കേസിൽ പല എക്സാമ്പിളും കേട്ടിട്ടുണ്ട്, ഞാൻ വേണ്ടാന്ന് വെക്കാൻ പോയതാ,
പിന്നെ ടീച്ചറുടെ നിർബന്ധത്തിന് ഞാനൊരു കോൾ ചെയ്തതാ. പക്ഷെ ടീച്ചർ ഞാൻ വിചാരിച്ച കാര്യം ഒന്നും സാധിക്കാൻ പറ്റില്ല ടീച്ചർ. ഞാൻ അല്ലെങ്കിൽ ഇന്നിവിടെ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ കുട്ടികൾ മക്കള് നമ്മുടെ മുന്നിലുണ്ട്. ടീച്ചർ എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു നിവൃത്തികേടില്ലാണ്ട് ഞാൻ ടീച്ചറോട് പറഞ്ഞതാ, ടീച്ചറെ വിളിച്ചതാ. 2 മണിക്കൊന്ന് വിളിക്കുന്ന കുട്ടികളുണ്ട്. സത്യ ടീച്ചർ, സൈഫുനിസ ടീച്ചർക്ക് എന്തോ ചോദിക്കണം എന്ന് പറഞ്ഞു. യെസ് ടീച്ചർ, യു ക്യാൻ സൈഫുനിസ വെൽക്കം. ടീച്ചർ, യു ക്യാൻ അൺമ്യൂട്ട് യുവർ സെൽഫ്. ചോദിച്ചോളൂ. യെസ് ടീച്ചർ, ടീച്ചർ അൺമ്യൂട്ട് യാ, ചെയ്തിട്ടുണ്ടല്ലോ. അൺമ്യൂട്ട് ചെയ്തു. ഇല്ല, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്തോണ്ട് പറഞ്ഞതാ സർ. ഓക്കെ ഓക്കെ ഫൈൻ. ആ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ ആ ഓക്കെ. സോ നമുക്ക് അങ്ങനെ ഒരു ഈ എമർജൻസി സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ അതിന് കോപ്പപ്പായിട്ട് നമ്മളും കൂടെ വി ഹാവ് ടു ബി ഫിറ്റ്. ഇപ്പം നമ്മൾ ബിഎഡിലും ഇതിലൊക്കെ സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി ഒക്കെ പല പോർഷൻസ് പഠിക്കുന്നുണ്ട്. ബട്ട് ആക്ച്വലി ഞാൻ ഇപ്പോൾ ഒരു PG എടുക്കാൻ കാര്യം, MSc അപ്ലൈഡ് സൈക്കോളജി എടുക്കാൻ കാര്യം, ഞാൻ അതിൽ തന്നെ ഹോണററി ഡോക്ടറേറ്റ് എനിക്ക് കിട്ടിയതൊക്കെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസും ഉണ്ടാവും. ബിക്കോസ് നമ്മളിങ്ങനെ ഇരുന്ന് എനിക്ക് പല സിറ്റുവേഷൻസും എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു പല മക്കളുടെ അടുത്തും. ഞാൻ എന്തെങ്കിലും ഇതിനൊരു ഞാൻ തന്നെ ഒരു നീഡ് നേടാം. കാരണം പല കാര്യങ്ങളും ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്തായിരിക്കും. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഫ്രം ബേസിക് കൗൺസിലിംഗ് കോഴ്സ്. ഫ്രം ദർ ആണ് ഞാൻ ഇന്നിപ്പം ഇങ്ങനൊരു പൊസിഷനിൽ എനിക്ക് സംസാരിക്കാനും അതിൻ്റെതായ നീഡിൽ എനിക്ക് കുട്ടികൾക്ക് ഒരു സപ്പോർട്ടായി നിൽക്കാനും പറ്റുന്നത് ആ ഒരു ഇതിൽ. കാരണം ഇത് നമുക്കൊന്നും അറിയാത്തൊരു സിറ്റുവേഷൻ വരും. ചിലപ്പോൾ ഈ കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചിലപ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിരിക്കാം, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളുണ്ട്. ഇതൊക്കെ തിരിച്ചറിയാൻ, എന്നിട്ടൊരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ വി ഷുഡ് ഓൾസോ അവെയർ ഓഫ് ഓൾ ദിസ്. നമുക്ക് അത് ചാനലൈസ് വിടണമെങ്കിൽ വി ഷുഡ് ഓൾസോ നോ. നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഇപ്പം ഒരു കിണർ കുഴിച്ചാൽ അതിൽ വെള്ളം കാണുന്ന പോലെയാണ്. ഇതിനുള്ളിൽ ആൽബർട്ട് ഐൻസ്റ്റീനും APJ അബ്ദുൽ കലാമും മൻമോഹൻ സിംഗും ഒക്കെ പോലെയുള്ള കുറേ മക്കളാണുള്ളത്. ഇവരുടെ ഈ പൊട്ടൻഷ്യൽസ് ഓൾ ആർ ഹാവിങ് ഡിഫറെൻറ്റ് പൊട്ടൻഷ്യൽ. ഇത് പുറത്തെടുക്കാൻ പറ്റാതെ വരുന്നതാണ് ഇങ്ങനെയുള്ള കുറേ ട്രിഗറിങ് ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സ് നമ്മൾ ആസ് എ ടീച്ചർ ഇഫ് വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്, ആ കുട്ടികൾ വലിയൊരു സക്സസ്സിലെത്തും. അവർ വിചാരിക്കാത്ത തലത്തിലേക്ക് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളുടെ ഈ ഡിഗ് ചെയ്ത് നമ്മൾ ആ വെള്ളം കാണുന്നവരല്ല, ഇപ്പൊ സ്വർണം ഖനനം ചെയ്ത് അതിൽ നിന്നുള്ള ഇത് കണ്ടെത്തുന്ന പോലെ നമ്മൾ ആ കുട്ടികളുടെ പ്രതിഭ നമ്മൾ കണ്ടെത്തിയാൽ മാത്രമേ വരുന്നവരുണ്ട്. 100-ൽ 5% or 2% തനിയെ അവരുടെ എഫേർട്ട് കൊണ്ട് പുറത്തേക്ക് വരുന്നവരുണ്ട്. ബട്ട് ബാക്കിയുള്ള 95% സ്റ്റുഡൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻ, നമ്മുടെ മുന്നിലുള്ള മക്കള്, ദേ ആർ ഹാവിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇഷ്യൂസ്. ആൻഡ് ബിക്കോസ് ഓഫ് ഓൺലി ദാറ്റ് പ്രോബ്ലം നമുക്കറിയണം, ഈ ഒരൊറ്റ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് അവരുടെ ഉള്ളിലുള്ള ആ ഒരു പൊട്ടൻഷ്യൽ പുറത്ത് ഇറക്കാൻ പറ്റാതെ ആ കുട്ടികൾ വെറുതെ ജീവിച്ചു പോവുകയാണ്. സ്പോയിലിംഗ് ദർ ലൈഫ്. എവിടേക്കോ എത്തേണ്ട മക്കളാണ്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ കുഞ്ഞുങ്ങളെ നമ്മളൊന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ, നമുക്ക് എന്തെങ്കിലും ആ ഒരു മെന്റൽ ഹെൽത്ത് അവയർനെസ് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ, ഓർ ഇഫ് വി ക്യാൻ എൻകറേജ് ദ സെൽഫ് കെയർ, ഇഫ് വി ക്യാൻ ഫോസ്റ്റർ എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ആ കുട്ടികളുടെ ഇടയിലേക്ക് ഈ റെസിലൻസ് ഒരു വെല്ലുവിളിയാണ്. എന്നാലും നമുക്ക് നമ്മളുടെ ആ ഒരു ഇഷ്യൂസ് നമുക്ക് കണ്ടെത്താൻ പറ്റിയാൽ we can have a gem of students in our hands. അത് തീർച്ചയായിട്ടും നമ്മുടെ ഓരോ കുട്ടികൾക്കും അതിനുള്ള കഴിവുകളുള്ള കുട്ടികളാണ്. ആ കഴിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് കാര്യം. അപ്പൊ നമ്മൾ വി ഹാവ് ടു ക്രിയേറ്റ് എ സേഫ് ആൻഡ് സപ്പോർട്ടീവ് എൻവയൺമെന്റ് ഫോർ ആർ സ്റ്റുഡൻസ്. നമ്മൾ ജസ്റ്റ് ആസ് എ ടീച്ചർ നമ്മൾ കടന്നു പോകരുത്. വി ഹാവ് ടു സപ്പോർട്ട് എ എൻവയൺമെന്റ്. ഒരു എനിക്കൊരു ഹാബിറ്റ് ഉണ്ട്. ആഫ്റ്റർ ഫസ്റ്റ് ടേം ഞാൻ കുട്ടികളോട് പേരൊന്നും എഴുതാതെ അഭിപ്രായം എഴുതാൻ പറയും. ഈ ഓരോ ബാച്ചിലും ഓരോ വർഷവും വരുന്ന കുട്ടികൾ ദേ ആർ ഡിഫറെൻറ്റ്, ദ മെന്റാലിറ്റി ഈസ് ഡിഫറെൻറ്റ്, അവരുടെ മെന്റൽ ഡെവലപ്മെന്റ് ഡിഫറെൻ്റ് ആണ്. നമുക്കറിയാം നമ്മുടെ ബ്രെയിനിന്റെ പ്രോസസ്സിംഗ് വോളിയം ഇസ് ഇൻക്രീസിങ് അല്ലേ. ഇപ്പം നമുക്ക് 1300 ക്യൂബിക് ഒരു ഇതിലാണ് നമ്മുടെ മെന്റൽ പ്രോസസ്സിംഗ് വോളിയം, ബ്രെയിൻ പ്രോസസ്സിംഗ് വോളിയം ഉണ്ടെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് 1800 2000 മോർ ദാൻ 2000 ക്യൂബിക് വോളിയമാണ്. അതുകൊണ്ടാണ് ദേ ആർ ഹാവിങ് നമ്മളെക്കാളും
നോളജ് ഉള്ള നോളജ് അവർക്കുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഈ കുട്ടികളെ കൊണ്ട് വെറുതെ ഒരു ഫസ്റ്റ് ടൈം ഒക്കെ കഴിയുമ്പോൾ ഞാനിങ്ങനെ വെറുതെ എഴുതിക്കും, യു പ്ലീസ് റൈറ്റ് അബൌട്ട് മൈസെൽഫ്, എന്നെ കുറിച്ച് എഴുതാൻ പറയും. ഹൗ ക്യാൻ ഐ ഇംപ്രൂവ്? ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ കാര്യമല്ല, ഹൗ ക്യാൻ ഐ ഇംപ്രൂവ് ആസ് എ ടീച്ചർ. ആരും പേരെഴുതണ്ട പറയും. എന്നാലും ചില കുട്ടികളൊക്കെ പേരെഴുതി തരും. അതിൽ ഒരു കുട്ടി എഴുതിയതാണ്, എ ഗ്രേറ്റ് ടീച്ചർ തിങ്സ് ലൈക്ക് എ കിഡ് ബട്ട് ആക്ട്സ് ലൈക്ക് ആൻ അഡൾട്ട്. എ ഗ്രേറ്റ് ടീച്ചർ തിങ്സ് ലൈക്ക് എ കിഡ് ബട്ട് ആക്ട്സ് ലൈക്ക് ആൻ അഡൾട്ട്. ഞാൻ ആകെ ഈ ഇത് കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ പിന്നെ നേരിട്ട് വിളിച്ച് ചോദിച്ചു, എന്താ മോളെ നീ ആ ഒരു വേർഡിൽ, എനിക്ക് ടീച്ചർക്ക് ശരിക്കും അതിന്റെ മീനിങ് മനസ്സിലായില്ല. അപ്പൊ ആ കൊച്ചു പറഞ്ഞത്, ടീച്ചർ ഞങ്ങളുടെ പോലെ തന്നെ ചിന്തിക്കുന്നുണ്ട്, പക്ഷേ ടീച്ചർ വേണ്ടുന്നിടത്ത് നമുക്ക് ആസ് എൻ അഡൾട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ യു ആർ ഓൾസോ എ കിഡ്. സജ ടീച്ചർ, ഞാൻ ഒന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ. സൗണ്ട് ഇടയ്ക്കൊന്ന് കുറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ആണോ? പാസ് ഹാഫ് മിനിറ്റ്. ഓക്കെ ഓക്കെ ഇപ്പൊ അടുത്ത് വെക്കുമ്പോൾ കുഴപ്പമില്ല. എനിക്ക് വേണം മൈക്ക് ഓക്കെ എന്തെങ്കിലും. ഓക്കെ മൈക്കിന്റെ ആണെന്ന് തോന്നുന്നു. നൗ ഇറ്റ്സ് വെരി ക്ലിയർ. ഓക്കെ ഓക്കെ അപ്പൊ എ ഗ്രേറ്റ് ടീച്ചർ തിങ്സ് ലൈക്ക് എ കിഡ് ബട്ട് ആക്ട്സ് ലൈക്ക് എ അഡൾട്ട് എന്ന് എഴുതിയതിന്റെ പിന്നിലുള്ള ഇതൊരു നല്ലൊരു ഹാബിറ്റാ കേട്ടോ. നമുക്ക് കുട്ടികളുടെ നിന്ന് പല കാര്യങ്ങളും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കിട്ടും. അങ്ങനെ ഒരു ഒരു അവസരത്തിൽ എനിക്ക് കിട്ടി തന്നെയാണ്, എ ഗ്രേറ്റ് ടീച്ചർ ഇസ്ന്റ് എ ടീച്ചർ, ഷീ ഈസ് എ ഗുഡ് ഫ്രണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് സെൽഫ് ഇംപ്രൂവ് ചെയ്യാൻ കുറേ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. യു ഓൾസോ ക്യാൻ ട്രൈ. നല്ല കാര്യമാണ്. കാരണം നമ്മൾ എല്ലാം ശരിയെന്ന് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ഈ കുട്ടികളിൽ നിന്ന് നമ്മൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ഉത്തരം അവരിൽ നിന്ന് കിട്ടും. ഇതും ഒരു സപ്പോർട്ടീവ് എൻവയറമെന്റ് കുട്ടികളുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ, സേഫ് ആൻഡ് സപ്പോർട്ടീവ് എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊരു ഒരു ലെസൺ ആണത്. അപ്പൊ അങ്ങനെയുള്ള ചില നമുക്ക് പിന്നെ ചെയ്യാം, സെറ്റ് ഗ്രൗണ്ട് റൂൾസ്, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ആക്റ്റീവ് ലിസ്ണിംഗ് ചെയ്യും, ഓപ്പൺ മൈൻഡ്നെസ് ആണ് നമ്മൾ, വി ആർ എൻകറേജിങ്, ഇതൊക്കെ ഇണ്ടെങ്കിലും നമ്മൾ ഇനി ഇത് വേറൊരു അബദ്ധം ചെയ്യരുത്. ഷുഡ് നോട്ട് ഡിസ്കസ് ഇറ്റ് എമംഗ് ദ ക്ലാസ്. സ്റ്റുഡൻസിന്റെ ഇടയിൽ നമ്മൾ നീ എന്താ അങ്ങനെ എഴുതിയത്, ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. വി ക്യാൻ ടേക്ക് ഇറ്റ് ഫോർ അവർ സേക്ക്. നമുക്ക് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനും, നമ്മളിത് ഒരു തവണ ഡിസ്കസ് ചെയ്താൽ പിന്നെ അവരുടെ വിശ്വാസം പോകും നമ്മളിൽ നിന്നുള്ള. അപ്പൊ നമുക്ക് ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള നമുക്ക് ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ വി ക്യാൻ ഹാവ് എ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് വി ക്യാൻ ഹാവ് എ ഡിസ്കഷൻ. വി ക്യാൻ തിങ്ക് പെയറായിട്ട് നമുക്കത് കുട്ടികളും ടീച്ചേഴ്സുമായിട്ടുള്ള ഒരു പെയർ ഷെയർ ചെയ്യാം. ഇനി അതിൽ നിന്ന് തന്നെ വി ക്യാൻ ഹാവ് എ സ്മോൾ ഗ്രൂപ്പ് ഡിസ്കഷൻസ്. ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം ഇത് ചെയ്യുന്നത് എന്താ, ടീച്ചറിനെ അല്ലേ ചോദ്യം ചെയ്യുന്നത്, അല്ലേ? അതൊരു ചോദ്യം മീൻസ് അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് എടുക്കണ്ട, പോസിറ്റീവ്ലി വി ക്യാൻ ടേക്ക് ഇറ്റ്. നമുക്ക് പ്രൊമോട്ട് ചെയ്യാം നമ്മുടെ കാര്യങ്ങൾ നമുക്ക് കുട്ടികളിലേക്ക്. അപ്പോൾ ആ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കിട്ടും. എന്നാൽ തന്നെ നമ്മൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്ത് നമ്മളുടെ ഈ പെർസ്പെക്റ്റീവ്സ്, നമുക്ക് പല പെർസ്പെക്റ്റീവ്സ് ആകും കുട്ടികൾ, യുണീക്ക് എക്സ്പീരിയൻസ് ആണെങ്കിലും നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്താ. ഇപ്പോഴത്തെ മക്കൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണല്ലേ, അവർ വിഷ്വലി ലോജിക്കലി എല്ലാം ഫിറ്റാണ്. ബട്ട് ജസ്റ്റ് തിങ്ക് ഓഫ് us. നമ്മൾ ഈ കുട്ടികളുടെ അത്രയും നമ്മൾ വളരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ വളർച്ച സ്റ്റേബിൾ ആണോ, അവിടെ നമ്മൾ വളർന്നു കഴിഞ്ഞു ഇനി നമുക്കൊന്നും വളരാനില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. ക്യാൻ ഹാവ്, നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കുമ്പോൾ അറിയാം. ബിക്കോസ് ഇവിടെ നമ്മുടെ മക്കളിൽ നിന്നാണ് നമ്മളിപ്പം പഠിക്കുന്നത്. നമ്മളൊരു മൊബൈൽ കിട്ടിയാൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ മക്കളാണ്. അല്ലെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇപ്പം നമ്മുടെ മക്കളാണ് പറഞ്ഞു തരുന്നത്. ആസ് എ കമ്പ്യൂട്ടർ ടീച്ചർ ഞാൻ ചോദിക്കാറുണ്ട് ഉള്ളത്, ഇതെന്താ ശരിയാവാത്തത്? അതെനിക്ക് അറിയാണ്ടായിരിക്കില്ല. എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യങ്ങളും ഞാൻ ഇടയ്ക്ക് അവരോട് ചോദിക്കും. ബിക്കോസ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദേ ആർ. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും നമുക്ക് പറഞ്ഞുതരാൻ. ടീച്ചർ ഇത് മനസ്സിലായിട്ടില്ല, ടീച്ചർ ഇത് ഇങ്ങനെ ചെയ്താൽ മതി. ഇഫ് യു ആർ ക്രിയേറ്റിംഗ് ഇനി പവർ പോയിന്റ്, നമ്മളിപ്പോൾ സെമിനാറൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ഐ വിൽ ആസ്ക്. ചോദിക്കുമ്പോൾ അറിയെങ്കിലും നമ്മൾ അറിയാത്ത പോലെ ചോദിച്ചാൽ മതി. ഇങ്ങനെ പല ട്രിക്സിലൂടെയും നമുക്ക് അവരെ അടുപ്പിക്കാം.
We can use different types of non-verbal clues. We can maintain eye contact. ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് കുട്ടികളെ എൻഗേജ് ചെയ്യാൻ ഇനിയിപ്പം അവിടെ എന്തോ ചെയ്യുന്നു, അവിടെ ഉറങ്ങിപ്പോയി ഒരു കൊച്ച്, നമ്മൾ ഷൗട്ട് ചെയ്ത് ആ കൊച്ചിനെ വിളിച്ചാ ഇത് കേൾക്കുന്ന ബാക്കിയുള്ള എല്ലാ കുട്ടികളും അയ്യോ ഈ ടീച്ചർ ഇങ്ങനെ വെറുതെ നാണം കെടുത്തും അല്ലേ. പക്ഷെ നമുക്ക് ആ കുട്ടികളുടെ മനസ്സ് നമ്മൾ അറിഞ്ഞു, നമുക്കറിയാം നമ്മളും ഉറങ്ങിപ്പോവും. വെറുതെ ഒന്ന് അടുത്തേക്ക് കൂടെ പോയി ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. ആ ടീച്ചർ സോറി ടീച്ചർ. എക്സാമിന് ഇരുന്നിരുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഉറങ്ങുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഹൗ പോസിറ്റീവ്ലി നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ആ സ്മൈല്, നമ്മളൊന്ന് തലേന്ന് ആട്ടിക്കൊടുക്കുന്നതും നമ്മളൊന്ന് ദേഷ്യപ്പെട്ട് നോക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ടോണ് പോലെ തന്നെയാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ്. വി ഷുഡ് മെയിൻറ്റെയിൻ ദ പോസിറ്റീവ് ബോഡി ലാംഗ്വേജ്. Then our students will be getting an open and approachable body language ആണെങ്കിൽ they will open up. ഉറങ്ങുന്ന കുട്ടിയെ നോക്കിയിട്ട് കഴിഞ്ഞോ എന്നുള്ള രീതിയിൽ ഒന്നും നമ്മൾ ആക്കിയാൽ വേറെ ആരും അറിയാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും അവിടെ കുസൃതി ചെയ്യുമ്പം നമ്മളൊന്നും ചിരിച്ചു കൊടുത്താ അപ്പൊ ആ വേ ഓഫ് അപ്രോച്ച്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോസിറ്റീവ് ബോഡി ലാംഗ്വേജ്, ദാറ്റ് ഇറ്റ് സെൽഫ് നമുക്ക് എന്താ ഈ സ്റ്റുഡൻസിനെ നമുക്ക് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, നമ്മളുമായിട്ട് ക്ലോസ്ഡ് ആവാൻ we can have this type of ഒരു ആക്ഷൻസിൽ ഒരു വ്യത്യാസം നമുക്ക് ചെയ്യാം. പിന്നെ ഡിസ്ട്രാക്ഷൻസ് അബൌട്ട് നമ്മുടെ ഇപ്പം പല ഡിസ്ട്രാക്ഷൻസിലൂടെയും കടന്നു പോകാതിരിക്കും കുട്ടികൾ. അതിൽ നിന്ന് അവരെ ഫോക്കസിലേക്ക് കൊണ്ടുവരാൻ there also we have so many ideas. As a teacher, we all are teachers അല്ലേ, നമുക്കറിയാം. Maybe you all are using all these techniques. എന്നാലും ഒന്നും കൂടി ഒന്ന് നമ്മൾക്കൊന്ന് ഉറപ്പ് വരുത്താൻ. കാരണം ഒരു ജ്യൂസിൽ നമ്മൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടി മധുരം ഇടില്ലേ, അതുപോലെ കുറച്ചും കൂടെ മധുരം ഇടാൻ നമ്മൾക്ക് ഇങ്ങനെയുള്ള ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. സോ വി ക്യാൻ യൂസ് ലൈക്ക് ദിസ് നോൺ വെർബൽ ക്യൂസ് യൂസ് ചെയ്യാം. പിന്നെ പ്ലീസ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ആൻഡ് ഗൈഡൻസ് ടു ദ സ്റ്റുഡൻസ്. നമുക്ക് ആ ഒരു നമ്മൾ എൻകറേജ് ടു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. ടീച്ച് സ്റ്റുഡൻസ് ഹൗ ടു ഗീവ് ആൻഡ് റിസീവ് ദ ഫീഡ്ബാക്ക്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് തിരിച്ചെങ്ങനെ പറയാൻ കിട്ടുന്നില്ല അവർക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളോട് ഒരു കുട്ടി ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്കത് അറിയുന്നില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്യാതെ അതിനുള്ള ഒരു എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്നതിലും തെറ്റില്ല, നോക്കിയിട്ട് പറഞ്ഞുതരാം എന്ന് പറ്റില്ല, ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് നമുക്കറിയാം കുട്ടികൾ അനുഭവിക്കുന്നത്. നീ ഇതൊന്നും കൊണ്ട് എൻ്റെ അടുത്ത് വരണ്ട എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എൻകറേജ് ചെയ്യല്ല ചെയ്യുന്നത്, നമ്മൾ ഡിസ്കറേജ് ചെയ്യുക ചെയ്യുന്നത്. ഡെമോൺസ്ട്രേറ്റ് ഓപ്പൺ ആൻഡ് റെസ്പെക്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ നമ്മളിൽ ourselves among teachers, നമ്മുടെ സ്റ്റാഫ് റൂമിൽ. ഡോണ്ട് അഡ്രസ് ഓൾ ദ കോൺഫ്ലിക്ട്സ്. നമ്മുടെ എല്ലാ ക്ലാസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടിയുടെ കേസ് നമ്മൾ എടുത്തിടുമ്പോൾ ഓൾ അതർ ടീച്ചേഴ്സ് വിൽ ബി സെയിങ് അതങ്ങനെയാണ് അതിങ്ങനെയാണ്. ലാസ്റ്റ് എല്ലാവരും കൂടി ഒരു കൺക്ലൂഷനിലെത്തും, ആ കുട്ടി അങ്ങനെയാണ്. മേ ബി വൺ ഡേ പ്രോബ്ലം, ഒരു ദിവസത്തെ പ്രോബ്ലം ആയിരിക്കും. ആ കുട്ടിയുടെ ഹോൾ സ്കൂൾ ആ ഒരു ഇയർ ലൈഫിൽ ആ ഒരു കുട്ടി പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറുന്നു. അങ്ങനെയുള്ള കോൺഫ്ലിക്ട്സ് വി ക്യാൻ അവോയ്ഡ് ദാറ്റ് ടൈപ്പ് ഓഫ് കോൺഫ്ലിക്ട്സ്. ബി വൺ അമംഗ് ദം. അപ്പോഴേ നമ്മുടെ കുട്ടികൾ നമ്മളിൽ അവർ തിരിച്ചറിയുള്ളൂ വി ആർ വിത്ത് ദം, നമ്മൾ അവരുടെ കൂടെ ഒപ്പം ഉണ്ട് എന്ന് തിരിച്ചറിയാൻ. We can keep a open face. Open face and closed face. Pictures കാണിച്ചിട്ടുണ്ടായിരുന്നു, ഓപ്പൺ ഫേസ് ആൻഡ് ക്ലോസ്ഡ് ഫേസ്. There are different types of faces. അപ്പോൾ ആ ഓപ്പൺ ഫേസ് ആണ് നമ്മളൊരു ക്ലാസ്സിൽ ചെന്ന് കയറുമ്പോൾ നമ്മൾ 7th അവറിലാണ് നമ്മൾ കയറുന്നത്. ലാസ്റ്റ് അവർ ഇഫ് യു ആർ ഗോയിങ് മടുത്തു, ഇനി നിങ്ങളും കൂടെ ഇങ്ങനെ തുടങ്ങും, എന്താണ് ഇങ്ങനെ അങ്ങനെ നമ്മളുടെ ആ ഫ്രസ്ട്രേഷൻസ് നമ്മൾ ഒരിക്കലും കാരണം നമ്മൾ 7 hours വരണ്ടെങ്കിലും ആ കുട്ടികൾക്ക് നമ്മൾ കയറി ചെല്ലുന്നത് അവരുടെ ലാസ്റ്റ് അവറിലുള്ള ന്യൂ ടീച്ചറായിട്ടാണ്. ദാറ്റ് വി ഷുഡ് ഐഡന്റിഫൈ ഇറ്റ്. ആ സപ്പോർട്ട് നമ്മുടെ കുട്ടികളിൽ നിന്നുള്ള ആ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടണമെങ്കിൽ, അതർവൈസ് നമ്മുടെ ആ വരവിൽ നിന്ന് തന്നെ ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. അവർ മിണ്ടാതിരിക്കും, ദേ വിൽ നോട്ട് ഡിസ്കസ് എനിത്തിങ്.
നമ്മൾ എന്ത് സബ്ജക്റ്റ് അവിടെ എടുത്ത് പറഞ്ഞാലും ദേ വിൽ ബി സൈലന്റ് സിറ്റിംഗ്. നിങ്ങൾക്കൊന്നും എന്താ ആരും പറയാത്തത്, എന്താ ഒന്നും മിണ്ടാത്തത്? നമ്മൾ വി വിൽ ബി ഗോയിങ് ഓൺ കീപ്പിംഗ് ഓൺ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇനി അല്ല, വി ക്യാൻ ഹാവ് എനി മൈൻഡ്ഫുൾനെസ്, ഒരു റിലാക്സേഷൻ ടെക്നിക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് അവിടെ കൊടുക്കാം. പണ്ടത്തെ പോലെ സിറ്റ് ഡൗൺ സ്റ്റാൻഡപ്പ് ഒന്നും വേണ്ട. വി ക്യാൻ ആസ്ക് എനി സ്റ്റുഡൻറ്. നമുക്ക് ആരുടെങ്കിലും ഒരാളെ വിളിച്ച് ഒരു പാട്ട് പാടുവോ, എന്താ നിങ്ങൾ ഇത്ര സംസാരിച്ചത്, എന്താ ഉച്ചയ്ക്ക് കഴിച്ചത്, എന്തെങ്കിലും ഡിസ്കഷൻ. ഒരു ഡസൻ മാറ്റർ അബൌട്ട് എനി സബ്ജക്ട്സ് ആൻഡ് ഓൾ. എന്തെങ്കിലും നല്ല ഡിസ്കഷൻ നമുക്ക് അവിടെ കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു പുതിയ ഫിലിമിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, വി ക്യാൻ സ്റ്റോപ്പ് വിത്തിൻ 3 minutes. നമുക്കത് പറഞ്ഞ കുട്ടികളെ ഒന്ന് ആ സ്ട്രെസ്ഫുൾ ഒരു 7 hours ഇരുന്നതിൻ്റെ ഒരു സ്ട്രെസ് മാറ്റാൻ വി ക്യാൻ ഹാവ് ദിസ് ടൈപ്പ് ഓഫ് ടെക്നിക്സ്. വി ക്യാൻ യൂസ് ദിസ് ടൈപ്പ് ഓഫ് ടെക്നിക്സ്. ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ കുട്ടികളുടെ ഈ ഓരോ സിറ്റുവേഷൻസിൽ നിന്നും നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോർ വൂൺസ് എമംഗ് ദം. റിജക്ഷൻ വൂണ്ട്, ഇന്റിമസി വൂണ്ട്, വൾണറബിലിറ്റി വൂണ്ട്, സിബിലിറ്റി വൂണ്ട്. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൂൺസ്. നമ്മൾ സൈക്കോളജിക്കലി പറയുമ്പോൾ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൂൺസ്. അബൻഡൻമെന്റ് വൂണ്ട് ഉണ്ട്. ഇങ്ങനെയുള്ള പല വൂണ്ടിലും ഇരിക്കുന്നവരെ നമുക്ക് എങ്ങനെ മാറ്റി നമ്മുടെ ആ യൂസ്ഫുൾ ടൈം, ഹൗ ക്യാൻ വി ടീച്ചേഴ്സ് യൂസ് ദിസ് യൂസ്ഫുൾ ടൈം? അവിടെയാണ് കാര്യം. പണ്ട് നമുക്കറിയാം, ഇവിടെ പലർക്കും സൈക്കിൾ സ്കൂട്ടറൊക്കെ അറിയുന്നവരൊക്കെയാണ് ടീച്ചേഴ്സ്. ആസ് ടീച്ചേഴ്സ്, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ എങ്ങനെയായിരുന്നു ആദ്യം സൈക്കിള്, അല്ലെങ്കിൽ സൈക്കിള് തന്നെ നമ്മൾ സൈക്കിളാണ് ആദ്യം പഠിക്കുന്നത്. ഈ സൈക്കിൾ എങ്ങനെയാണ് നമ്മുടെ പാരൻസ് നമ്മളെ പഠിപ്പിച്ചത്? എനിവൺ പ്ലീസ്, ഒന്ന് ഓർത്ത് നോക്കൂ നമ്മുടെ ചെറുപ്പകാലം. ഹൗ ആ പാരൻസ് taught us to drive a cycle? Yes, anyone please? Teachers, വരൂ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ റൈസ് മതി. ചെയ്താൽ മതി. No one. ഞാൻ തന്നെ പഠിപ്പിക്കാമല്ലേ? ആദ്യം സൈക്കിളിൽ കയറി ഇരിക്കാൻ പറയും, എന്നിട്ട് അമ്മയോ അച്ഛനോ എന്ത് ചെയ്യും അതെങ്കിലും പറയും. ടീന, 1 minute ടീച്ചർ. Yes, yes, ടീന sir. മാഡം അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്യാൻ യു ജസ്റ്റ് ചെക്ക് നൗ? തനിയെ പഠിച്ചതാ. തനിയെ പഠിച്ചതാണോ? ഓക്കെ, ടീച്ചർ തനിയെ പഠിച്ചു. തനിയെ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ പാരന്റ്സ് ടീന പഠിപ്പിച്ചത്? മാഡം ന്യൂ ജനറേഷൻ ടീച്ചർ ആയിരിക്കും. Yes, yes. പറ്റുന്നില്ല. സ്മിത ടീച്ചർ, സ്മിത. ജോസഫ് സർ, ജോസഫ് സർ, ഓക്കെ. ഓക്കെ, ആദ്യം കയറിയത്, പിന്നെ ആൾക്കാർ മെല്ലെ ഒന്ന് പിടിച്ചത് പുഷൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ അവര് കൈവിട്ടു, നമ്മൾ ആ പുഷ് ചെയ്ത സ്പീഡിൽ മുന്നോട്ട് പോയി. താങ്ക് യു സർ, താങ്ക് യു. പിന്നെ നമ്മൾ പിന്നീടാണ് അറിഞ്ഞപ്പോഴാണ് നമുക്കൊരു ധൈര്യം വന്ന് നമ്മൾ ഓടിക്കാൻ തുടങ്ങിയത്. യെസ്, യെസ്. കാരണം എന്തായാലും ആദ്യം ഒന്ന് വിളിച്ചിരുത്തും, കുറച്ച് സമയം നമ്മുടെ പിന്നാലെ പാരന്റ്സ് തള്ളും, പിന്നെ ഒന്ന് കൈവിട്ട് നോക്കും, വീണ്ടും തള്ളി നോക്കും. ഇത് തന്നെയാണ് നമ്മളുടെ ഒരു പഠന രീതി അല്ലേ? ആദ്യം നമ്മൾ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെയൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ആരും പാരന്റ്സ് നമ്മുടെ പിന്നാലെ നിന്ന് പഠിപ്പിക്കുന്നവർ വളരെ കുറവാ. ആക്ച്വലി സെയിങ്, ഇപ്പോഴത്തെ പാരന്റ്സിന് നമ്മുടെ മാത്സും നമ്മുടെ ഫിസിക്സും നമ്മുടെ കെമിസ്ട്രി പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് വീട്ടിൽ നിന്ന് ഒരു കോച്ചിങ്ങും കൊടുക്കാൻ പറ്റുന്നില്ല. ദേ ആർ ഡിപ്പെൻഡിങ് ട്യൂഷൻ ക്ലാസ്സസ്, എക്സ്ട്രാ ടീച്ചേഴ്സ്, ഇവരൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടീച്ചർ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പം 2 തരം കുട്ടികളാണ് ഉള്ളത്. ഒന്ന് തനിയെ സൈക്കിളോട്ട് പഠിക്കുന്നവര്, ടീന മാഡത്തെ ഇപ്പോൾ ഉള്ളവര് എന്ന് വെച്ചാൽ 3 എന്താ പറയാ സപ്പോർട്ട് വീൽസ് ഉണ്ടാവും. അപ്പോൾ അവരാരും പഠിപ്പിച്ചിട്ടില്ല, സൈക്കിൾ വാങ്ങി കൊടുത്തിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ പാരന്റ്സിന്. അതൊരു ടൈപ്പ് സ്റ്റുഡൻസ്. രണ്ടാമത്തെ സ്റ്റുഡൻസ്, പാരന്റ്സ് അവരെ പിടിച്ച് സൈക്കിളിൽ നടത്തുന്നുണ്ട്, ജീവിതകാലം മുഴുവൻ പിടിച്ചോണ്ട് നിൽക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ പാരന്റ്സ് ആ കുട്ടികളെ വളർത്തുന്നത്. അവരൊരിക്കലും തനിയെ ചവിട്ടില്ല. അല്ല, അതാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ പല ഡിഫറെന്റ് കുട്ടികളാണ്. പക്ഷെ നമ്മൾക്കിപ്പോ ഇവിടെ പണ്ട് നമ്മൾക്ക് എന്തായിരുന്നു, ഇങ്ങനെ തള്ളി പഠിച്ചു. പക്ഷെ നമ്മളിപ്പോ ബോർഡിൽ എഴുതിയിട്ട് സൈക്കിൾ ചെയിൻ ഇതാണ്, ഇതിന്റെ പെഡൽ ഇതാണ്, അപ്ലൈ സഫിഷ്യന്റ് ഫോഴ്സ് ടു പെഡൽ വിത്ത് 1 foot, മെയിൻറ്റെയിൻ ബാലൻസ് ആസ് യു മെയിൻറ്റെയിൻ ഫോർവേഡ് മോഷൻ, ഇതൊന്നും നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല.
ആസ് എ ടീച്ചിങ് നമുക്കറിയാം ഓരോ ടീച്ചേഴ്സിന്റെ ഇതിലും. പക്ഷേ ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു രീതി, സൈക്കിൾ പഠിപ്പിക്കുന്നത് ആക്ച്വലി ഏകദേശം ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇത് ചെയിൻ, ഇത് പെഡൽ, മെയിൻറ്റെയിൻ ബാലൻസ്, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളുടെ എണ്ണം കൂടുതലായി വരിക. കാരണം അവർക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് പഠിക്കാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. നമ്മൾ എന്താ പറയണേ? ആൻഡ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം 10th ആൻഡ് ഹയർ സെക്കൻഡറി, പിന്നെ ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ബട്ട് അവരെ നമ്മൾ താഴെ നിന്ന് തന്നെ മോൾഡ് ചെയ്ത് വരുന്ന ആ രീതിയിലാണ്. എല്ലാം റെഡിമെയ്ഡ് ആണ്. സബ്ജക്റ്റ് ടു ക്വസ്റ്റ്യൻസ് കൊടുക്കും, ആൻസേഴ്സ്, ഈ ആൻസേഴ്സ് വരും, പഠിക്കും. ആൻഡ് ഐ ഫൗണ്ട് ദാറ്റ് നമ്മുടെ +2 കഴിഞ്ഞ ഒരു കൊച്ച് ഇന്റർവ്യൂവിന് പോയിട്ട് കേരള +2 ആണെങ്കിൽ റിജക്ട് ചെയ്യുന്നു എമിറ്റി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഇസ് നോട്ട് നൗ, ജസ്റ്റ് ആഫ്റ്റർ ദ കോവിഡ്. കാരണം കുട്ടികളുടെ സ്കില്ലെല്ലാം അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇവര് അരച്ച് ജ്യൂസ് കലക്കി കുടിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അല്ലേ. അപ്പൊ ഇതില് നമുക്ക് മെന്റൽ ഇഷ്യൂസ് വരുമ്പോഴും ഞാൻ കണക്ട് ചെയ്യുന്ന മെന്റൽ ഇഷ്യൂസിനെയാണ്. ഈ ഇമോഷണൽ ഇഷ്യൂസ് വരുമ്പോഴും നമുക്ക് ഇപ്പൊ പാരന്റ്സ് ജസ്റ്റ് ഡയറക്റ്റ് കൗൺസിലിങ്ങിന് പോവാതെ ദേ ആർ ഗിവിംഗ് പിൽസ്. യു ഡോണ്ട് ബിലീവ്. നമുക്ക് അറിയില്ല, ഇവര് ജസ്റ്റ് ഡയറക്റ്റ് പോയി പിൽസ് കഴിക്കാൻ നിർബന്ധിക്കുന്ന പാരന്റ്സ് ഇന്നത്തെ കാലത്തുണ്ട്. ആൻഡ് ദേ ഡോണ്ട് നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് കൗൺസിലിംഗ്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഉപദേശമല്ല. അത് ഇപ്പോഴും മനസ്സിലാക്കാത്ത ഒരു ജനറേഷൻ ഓഫ് പാരന്റ്സ് അത്. അപ്പൊ ഇവിടെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന വി ടീച്ചേഴ്സ് ആണ്. നമുക്ക് ടീച്ചേഴ്സ് ആസ് എ റോൾ ഓഫ് ടീച്ചർ, ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ആസ് ദ റോൾ ഓഫ് ടീച്ചർ ഈസ് ടു ബി എ പാരന്റ്, ടു ബി എ ഫെസിലിറ്റേറ്റർ, ടു ബി എ ഫ്രണ്ട് അല്ലേ, ടു ബി എ കൗൺസിലർ. ഇതൊക്കെ ആസ് എ ടീച്ചർ നമുക്ക് ആ റിലേഷൻഷിപ്പ് ബോണ്ടിങ് നമുക്ക് അവിടെ നമുക്ക് റാപ്പോ അവിടെ ബിൽഡ് ചെയ്യാം. നമ്മുടെ കുട്ടികളിൽ നിന്ന് ഇമോഷണൽ റെഗുലേഷൻസ് ഉണ്ട്. വി ക്യാൻ ട്രീറ്റ് ഇറ്റ് ഈച്ച് വൺ ആസ് എൻ ഇൻഡിവിജ്വൽ. അവർ പറയുന്നതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഫൈൻഡ് ദ നീഡ്സ്. ചോയ്സസ് ആർ ഡിഫറെന്റ്. ഇന്നത്തെ കുട്ടികളുടെ ചോയ്സസ് ഡിഫറെന്റ് ആണ്. ഫൈൻഡ് ഔട്ട് ദ റൂട്ട് കോസ്, വൈ ദേ ആർ. നമ്മൾ പറയുന്നതിന് മുന്നേ എന്തുകൊണ്ട് ആ കൊച്ചു അങ്ങനെ, ആ കൊച്ചിന്റെ അവസ്ഥ അങ്ങനെയാണ്, എന്തുകൊണ്ട് അവൾ പഠിച്ചിട്ട് വരുന്നില്ല, എന്തുകൊണ്ട് അവൾ സംസാരിക്കുന്നില്ല, അല്ലെ എന്തുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞു, എന്നോട് ഇങ്ങനെ പറഞ്ഞതിന് കാരണം എന്താണ്. നേരത്തെ ടീച്ചറെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇങ്ങനെ വി ഷുഡ് റെഗുലേറ്റ്. നമ്മൾ അവസെൽസ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റണം. അതർവൈസ് ഈ കുട്ടികളുടെ മെന്റൽ പ്രോബ്ലംസ് ഇന്ന് കുറച്ച് ഒരു 5 years ബിഫോർ ഉള്ളതുപോലെയല്ല. ഇറ്റ് ഇസ് ഡേ ബൈ ഡേ ഇറ്റ് ഇസ് ഇൻക്രീസിങ്. ടീച്ചേഴ്സ് ഒരു ഹാർട്ട് ടു ഹാർട്ട് ട്രാൻസാക്ഷൻ മസ്റ്റ് ബി ദ. നമ്മൾ ആ കുട്ടികളുടെ പൊട്ടൻഷ്യൽ കണ്ടെത്തി. ഇപ്പൊ ട്രാൻസാക്ഷൻ അനാലിസിസ് പറയുന്നുണ്ട്, യു ഹാവ് ടു ഗിവ് പോസിറ്റീവ് സ്ട്രോക്സ്. എന്തൊരു ചെറിയ കാര്യം ചെയ്താലും വി ടീച്ചേഴ്സ് പ്ലീസ് ഗിവ് പോസിറ്റീവ് സ്ട്രോക്സ്. ആ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് മാത്രം മതിയാവും ആ കുട്ടിക്ക്. എൻ്റെ ടീച്ചർ എന്നോട് ഇന്ന് പറഞ്ഞു. 50ൽ 25 മാർക്ക് കിട്ടിയപ്പോൾ ടീച്ചർ കൊള്ളാലോ, 5 മാർക്കിൽ നിന്ന് 25 ആയല്ലോ എന്ന് പറയുന്ന ആ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് മതി ആ കുട്ടിക്ക് അടുത്ത തവണ 40 മാർക്ക് വാങ്ങിക്കാൻ. അപ്പൊ ട്രൈ ടു ഗീവ് കണ്ടിന്യൂസ് പോസിറ്റീവ് സ്ട്രോക്സ്. ആ പോസിറ്റീവ് സ്ട്രോക്സ് തന്നെ വി ക്യാൻ ഹാവ് എ ഗുഡ് ഇംപ്രൂവ്മെന്റ് ഇൻ ടു അവർ ചിൽഡ്രൻ. നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ പഠിപ്പിക്കുന്നതിനേക്കാൾ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എന്താണ് ആ കുട്ടികൾക്ക് ആ പഠിക്കാനുള്ള സാഹചര്യം. മേ ബി സോ മെനി ട്രിഗറിങ് ഫാക്ടേഴ്സ്. അവിടെ നമുക്ക് ഒരു ആളാവാൻ നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ ഒരു എന്താണ് ട്രിഗറിങ് ഫാക്ടർ നമുക്ക് കണ്ടെത്താൻ പറ്റിയാൽ, മൈ ഡിയർ ടീച്ചേഴ്സ്, വി ക്യാൻ ഹാവ് എ ഗുഡ് നമ്പർ ഓഫ് യങ് ജനറേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് us. So that is our role. Don't be just a teacher. Remind our communication. Find out we have to find out the identity of each student. എന്തുകൊണ്ടാണ് ആ കൊച്ചു അങ്ങനെ, എന്താണ് അവളുടെ പ്രോബ്ലം. We can understand it and we can embrace the students, what they are saying. Create a safe and supportive environment. Listen actively. Validate their emotions. Seek additional support if you need. Provide reassurance. Develop a responsive
റെസ്പോൺസ് പ്ലാൻ. ഇഫ് യു കാൺ, വി ക്യാൻ ഹാവ് എ പ്ലാൻ. എന്ത് ചെയ്യണം എന്നുള്ളതിന് വി ക്യാൻ ഹാവ് എ പ്ലാൻ. ആൻഡ് ബെറ്റർ സ്റ്റേ അപ്ഡേറ്റഡ് ഓൺ ദ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഓഫ് ആർ ചിൽഡ്രൻ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. നമുക്ക് വി ഹാവ് ടു ബി അപ്ഡേറ്റഡ്. നമ്മൾ അപ്ഡേറ്റ് ആയാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ഓഫ് വാട്ട് ടു സേ പുതിയ ടീച്ചർ. താങ്ക് യു. കുറച്ച് കൂടുതൽ താങ്ക് സമയമായിപ്പോയോ സർ? മൈക്ക് ഒന്നുകൂടി അടുത്ത് വെക്കാമോ മാഡം? കൂടുതൽ സമയമായോ? ഇല്ല, നോ ഇഷ്യൂ. ഞാൻ ഫ്ലോറിനോട് ചോദിക്കുകയാണ്, എനിത്തിങ് ടു ആസ്ക് ടു ഡെലിബറേറ്റ്. പ്രത്യേകിച്ച് ഒത്തിരി സീനിയർ ടീച്ചേഴ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സോ Yes, I want to hear from your teachers, their teachers. ടീന മാഡം ആണോ ഇപ്പം ആര് ഹാൻഡ് റൈസ് ചെയ്തേ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ദോസ് ഹു വാണ്ട് ടു ആസ്ക് എനി ക്വസ്റ്റ്യൻസ്, എനിത്തിങ് ടു ഡെലിബറേറ്റ്. എനിവേ, ഞാനൊരു കാര്യം ചിന്തിക്കുകയായിരുന്നു ടീച്ചറെ. ഇപ്പം Yes, sir. നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ ഇപ്പം ഞാൻ ചിന്തിച്ചു പോവായിരുന്നു, ഇപ്പം ഈ പാരൻസൊക്കെ ചിലവരൊക്കെ ഒത്തിരി പാമ്പർ ചെയ്ത് നമ്മളും വിചാരിക്കും സൈക്കിളോട്ടി പോയ വണ്ടി ഇടിക്കുകയോ, ചിന്തിക്കുന്നതിന് കാര്യമുണ്ട്. കാരണം ഒത്തിരി പണ്ടത്തെ പോലെ എല്ലാ ട്രാഫിക് വളരെ കൂടുതലാണ്. അപ്പം പ്രത്യേകിച്ച് ഈ എന്താണ്, എൻ്റെ അടുത്ത് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, മക്കളെയൊക്കെ തന്നെ വിടുമ്പം ഈ മനുഷ്യക്കുരുതി ആ സമയത്തൊക്കെ ഒരു സമയത്തുണ്ടായിരുന്നു. അപ്പം പിടിച്ചിട്ട് പോകും എന്നൊക്കെ. അപ്പം നമുക്ക് ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഇപ്പം ചെറിയ പിള്ളേരെ ഞാൻ തനിയെ വിടുമ്പോൾ അപ്പോൾ എനിക്കും കുറച്ച് ഞാൻ ടെൻഷനായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫിയർ കോംപ്ലക്സ് പാരൻസിനുണ്ട്. പിന്നെ അധികം പിള്ളേരൊന്നും ഇല്ല. പിന്നെ വേറെ സർ, ദാറ്റ് ഈസ് വി ആർ നോട്ട് ട്രീറ്റിംഗ് ദം ആസ് എൻ ഇൻഡിവിജ്വൽ. ഇപ്പൊ നമ്മൾ അത് ട്രീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞിട്ട് കൊടുത്തിട്ട് വേണം. ബിക്കോസ് അവര് രണ്ടു കാലിൽ നിൽക്കാനായി. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള ഫ്രീഡം അവർക്ക് ലാക്കിംഗ് അല്ലേ ഇത് പറഞ്ഞ? കാരണം അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ അവര് സംസാരിക്കണ്ട. അപ്പൊ ഈ ഒരു എക്സ്പെക്ടേഷനിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ ക്ലാസ്സിൽ കുട്ടികൾ വന്നിരിക്കുന്നത് ദേ എക്സ്പെക്ട് ദ സെയിം തിങ് ഫ്രം ദ ടീച്ചർ. അപ്പൊ അത് പലപ്പോഴും ടീച്ചർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ടീച്ചർ അവരുടെ ഒരു മെന്ററാണ്, ഒരു പാരന്റ് അല്ല. അപ്പം വാട്ട് ദേ എക്സ്പെക്ട്, ദേ സീ എ പപ്പ മമ്മി ഇൻ ദെയർ ബോസ് ഓൾസോ. അവരുടെ ഭാവിയിലെ ബോസും അതുപോലെയൊക്കെ സംസാരിക്കണം എന്നാണ് വിചാരിക്കുന്നത്, പപ്പയും മമ്മിയൊക്കെ പറഞ്ഞ പോലെ. സോ ദ സെയിം തിങ് ഈസ് ഹാപ്പനിങ് വിത്ത് അവർ സ്റ്റുഡൻസ് ഓൾസോ. അപ്പൊ നമുക്കൊരു വലിയ ചലഞ്ചാണ്. കാരണം നമുക്ക് പപ്പ മമ്മി ആവാൻ പറ്റില്ല, അതേസമയം അതെ. ആരാണോ ചാറ്റിൽ വന്നിട്ടുണ്ടല്ലോ? 1 സെക്കൻഡ്. എനിക്ക് തോന്നുന്നത് എപ്പോഴും പലരും എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ഇടുന്നത്. ഞാൻ സെറ്റിങ്സ് മാറ്റിയിട്ടുണ്ട്. ഐ തിങ്ക് മെസ്സേജസ് എനിക്ക് തോന്നുന്നത് യു ക്യാൻ സെൻഡ് ടു ഓൾ ഓർ യു ക്യാൻ സെൻഡ് ടു കോഹോസ്. ഞാൻ ആ സെറ്റിങ്സ് മാറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ, മെസ്സേജസ് എനിക്ക് മാത്രമേ കിട്ടുന്നത്. ഇപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ചിലത് വരുന്നത്. Okay, sir. Okay, if there is any other questions, we can ask. എന്തെങ്കിലുമൊക്കെ ചാറ്റിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് റേസ് ചെയ്തിട്ടുണ്ടോ? ക്വസ്റ്റ്യൻസ് റേസ് ചെയ്തിട്ടില്ല. സം കോംപ്ലിമെന്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ. എനിക്ക് വേണം, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് യു ക്യാൻ റേസ് യുവർ ഹാൻഡ്സ്. ഐ ക്യാൻ ഹെൽപ്പ് യു ടു അൺമ്യൂട്ട്. എനിവേ, ആരും ഒന്നും അങ്ങനെ പറഞ്ഞില്ല. ഓക്കെ. Yeah, madam, we will take it further with some offline classes, maybe another online series. We will take it forward. Joseph sir, anything? ഞാൻ പേരെടുത്ത് ചോദിക്കുന്നില്ല, എന്നാലും അങ്ങനെയാണെങ്കിൽ ജോസഫ് സാർ. Yes sir. If any concerns, anyone can. So once again, thank you for the session. എനിക്കൊന്ന് വലിയൊരു തിയറിറ്റിക്കൽ സെഷനേക്കാൾ കൂടുതൽ ഒരു ഷെയറിംഗ് പോലെയാണ് എനിക്ക് തോന്നിയത്. ടീച്ചറിൻ്റെ കണ്ടുമുട്ടിയ കുട്ടികളെയൊക്കെ ഇന്ന് പങ്കുവെച്ച് അവരുമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ഐ ഫീൽ ദാറ്റ് യു ആർ എ വെരി ഗുഡ് ടീച്ചർ ടു ഗൈഡ് ദ സ്റ്റുഡൻസ് ഓഫ് ദ ടൈം. ഇന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ പാരൻസിനെ കൗൺസിൽ കൊടുക്കണമെന്നൊക്കെ പറയുമ്പോഴും ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്,
നമ്മൾ പാരൻസിനോട് പറഞ്ഞു കഴിയുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് ഞങ്ങൾക്ക് ആ പറ്റാത്തതുകൊണ്ടാണല്ലോ ഞങ്ങൾ കോളേജിലും സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നത്, അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. എന്റെ കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല. അതെ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് പലപ്പോഴും. ഇപ്പം പിന്നെ വേറൊരു ട്രെൻഡ് കാണുന്നത്, ഓരോ വർഷം കഴിയും തോറും കുട്ടികൾ വന്ന് ഫാദറിനെ എൻ്റെ കുട്ടീനെ ഏൽപ്പിക്കുകയാണ്, ഫാദർ വേണ്ട വിധത്തിൽ കുട്ടിയെ പഠിപ്പിച്ചൊന്ന് ശരിയാക്കി എടുക്കണം, 3 വർഷം 4 വർഷം കഴിയുമ്പോൾ നല്ലൊരു ജോലി മേടിക്കാൻ പറ്റുന്ന രീതിയിലാക്കി തരണം, എനിക്കതിന് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന പാരൻസും ഉണ്ട്. അപ്പോൾ നമുക്കൊരു മൾട്ടി ഡയമെൻഷണൽ ക്യാരക്ടറാണ് പാരൻസിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. Yes. അപ്പോൾ കൊണ്ട് ടീച്ചർ എന്ന് പറഞ്ഞാൽ ഓരോ വർഷം ചെല്ലുന്തോറും റെസ്പോൺസിബിലിറ്റി കൂടിക്കൂടി വരുന്നു. നമുക്ക് Yes. എത്രമാത്രം ഇതിനോട് കോപ്പപ്പ് ചെയ്യാൻ പറ്റും എന്നതാണ്. പിന്നെ It is നമ്മൾ കമ്മിറ്റഡ് ആണെങ്കിൽ അതാണ് കുട്ടികളുടെ ഒബ്സർവേഷൻസ് മറ്റുമൊക്കെ മനസ്സിലാക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടെ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റും നമ്മുടെ അതെ. ജോബിന് നല്ല ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നതാണ് ഈ ടീച്ചിങ് പ്രൊഫഷൻ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. താങ്ക് യു ടീച്ചർ ഫോർ യുവർ പ്രസൻറ്റേഷൻ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇങ്ങനെയുള്ള സമയത്താണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ഒരു നമ്മുടെ ടീച്ച് ടോക്ക് സീരീസും അങ്ങനത്തെയുള്ള ചില കൺസോർഷ്യൻസും ഒക്കെ വളരെ റെലവൻ്റ് ആയിട്ട് വരുന്നത്. പ്രത്യേകിച്ച് ഞാൻ ചിന്തിക്കുന്നത് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയോ ഒബ്സലീറ്റ് ആയോ എന്ന് ചിന്തിക്കണമെങ്കിൽ പോലും ദർ ഷുഡ് ബി സംബഡി വിത്ത് us ടു ഷെയർ ദെയർ വ്യൂസ്. അപ്പം എനിവേ മെറീന മാഡം, ഓവർ ടു യു. Yes, thank you, Saja ma'am. That was a brilliant session. Conversational style ആണ് നേരത്തെ ജോസഫ് സാർ പറഞ്ഞ പോലെ ഒത്തിരി തിയററ്റിക്കൽ ഒത്തിരി അങ്ങ് പറയാതെയും യു കൺവേഡ് ഓൾ ദാറ്റ് വാസ് ഇന്റൻറ്റഡ്. വളരെ യൂസ്ഫുൾ ആയിരുന്നു. ആൻഡ് ഫൈനൽ കൺസോളിഡേഷൻ വാസ് ഓൾസോ വെരി വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച് മാം ഫോർ കമ്മിങ് ആൻഡ് sharing your valuable inputs with all of us. പിന്നെ ഇവിടെ പാർട്ടിസിപ്പൻസ് ആയിട്ട് വന്നിട്ടുള്ള സീനിയർ ടീച്ചേഴ്സ് ആൻഡ് ന്യൂ ടീച്ചേഴ്സ് ആൻഡ് എവ്രി വൺ, താങ്ക് യു വെരി മച്ച്. ഈ ഒരു വീക്കെൻഡ് ആണ്, എല്ലാവരും ടയേർഡ് ആണ് ഓവർ ദ വീക്ക്, എന്നാലും ഇത്രയും സമയം ഇവിടെ ക്ലാസ്സിൽ വരികയും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു. താങ്ക് യു വെരി മച്ച്. സാന്ത്വന പ്രോജക്റ്റിനകത്ത് വി ഹാവ് എ ടെലികൗൺസിലിംഗ് ഹെൽപ്പ് ലൈൻ ഓൾസോ. അതിന്റെ ഒരു ഇത് ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. ദർ ഇസ് എ നമ്പർ 9745556222. ഇതാണ് ഞങ്ങളുടെ ടെലികൗൺസിലിംഗ് നമ്പർ. നിങ്ങളുടെ കുട്ടികൾക്ക് സ്റ്റുഡൻസ് ആർക്കെങ്കിലും കൗൺസിലിംഗിനായിട്ട് റെഫർ ചെയ്യണമെങ്കിൽ വി ആർ ദെയർ. സോ പ്ലീസ് മേക്ക് യൂസ് ഓഫ് ദിസ് നമ്പർ. ആൻഡ് ഞങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ സെഷൻസും കുട്ടികൾക്ക് സെൽഫ് അവയർനെസ് ആൻഡ് ഇമോഷണൽ റെഗുലേഷൻ, ജനറലി മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നമ്മൾ കുട്ടികൾക്ക് സെഷൻസ് കൊടുക്കുന്നുണ്ട്. റൈറ്റ് ഫ്രം 7th സ്റ്റാൻഡേർഡ്, 6th, 7th, 8th, 9th, 10th, 11th, 12th. അപ്പം ഇപ്പം പ്രത്യേകിച്ച് എക്സാം സീസൺ ആണ്, എക്സാം ടൈമാണ്. സ്ട്രെസ് മാനേജ്മെന്റിന് ആർക്കെങ്കിലും സ്കൂളിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കണം കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വിൻ വിൽസൺ സാറിനെയോ എന്നെയോ കോൺടാക്ട് ചെയ്യാം. ഈ നമ്പറിൽ ഞാൻ അവൈലബിൾ ആണ്. അപ്പം സോ കൈൻഡ്ലി ഡു കോൺടാക്ട് അസ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബേർഡൻസ് വരുന്നില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തേക്ക്. ഇനി പിന്നീടുള്ള അടുത്ത വർഷങ്ങളിൽ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ബട്ട് ദിസ് ഇയർ അറ്റ്ലീസ്റ്റ് വി ആർ നോട്ട് ചാർജിങ് എനിത്തിങ്. ഫുള്ളി ഫ്രീ ആയിട്ടാണ് നമ്മൾ ഇപ്പം ചെയ്യുന്നത്. നെക്സ്റ്റ് ഇയർ ഇറ്റ് മേ ബിക്കം ചാർജബിൾ, പറയാനായിട്ട് പറ്റില്ല. സോ എനിവേസ് ഇത് നിങ്ങളുടെ കുട്ടികൾക്കും ആൻഡ് ടീച്ചേഴ്സിനും ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്യാനായിട്ടും പറ്റും. അപ്പം സോ ഇതാണ് ഞങ്ങളുടെ ടെലികൗൺസിലിംഗ് നമ്പർ. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു വൺസ് അഗൈൻ സർ. വിൻ സർ, വേറൊന്നും ഇല്ലെങ്കിൽ ഐ തിങ്ക് വി ക്യാൻ ക്ലോസ്. Okay, thank you to Isa Thank Foundation. you. Yeah, Thank you. Thank you, Vincent. Thank you. Yes. Thank you So all. thank you. Thank you very much. Good night. Good night. Bye. Thank you.